56ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ നിന്ന് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത് എന്ത് എന്ന വിഷയത്തിൽ ചർച്ചയ്ക്ക് നമ്മളോടൊപ്പമുള്ളത് പത്മശ്രീ ഭരത് ബാലചന്ദ്ര മേനോൻ, പ്രോഗ്രാം കമ്മിറ്റിയുടെ കൺവീനറായ ശ്രീ കെ.പി. സന്തോഷ് കുമാർ, ഒപ്പം കലാകാരിയും കലാകാരനും രണ്ട് വിദ്യാർത്ഥികൾ ഫാത്തിമ ഫിദയും രാഹുൽ പെരുമാളും. ശ്രീ ബാലചന്ദ്ര മേനോൻ, കലോത്സവമാണ് ചർച്ചാ വിഷയം. കലോത്സവത്തിൻ്റെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ അതിൻ്റെ പ്രതാപ കാലഘട്ടത്തിലെ ഒരു ഭാഗത്തുണ്ടായിരുന്ന ആൾ കൂടിയാണ് താങ്കൾ. കഴിഞ്ഞ ദിവസം 56ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തെക്കുറിച്ചുള്ള ചർച്ചകൾ പലയിടത്തും പുരോഗമിക്കുമ്പോൾ താങ്കളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു, ആ ഗൃഹാതുരതയിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഘട്ടത്തിലേക്ക്. ഇപ്പോൾ ഈ കലോത്സവത്തിൻ്റെ നിമിഷങ്ങളിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ഇവിടെ ഈ ചർച്ചയിൽ തുടങ്ങുമ്പോൾ? തുടക്കത്തിൽ തന്നെ പറയാം, മുഖ്യമന്ത്രിയുടെ ശൈലിയിൽ അതിവേഗം ബഹുദൂരം, എന്താ പറയുക, അതിവേഗം ബഹുദൂരം രീതി പറഞ്ഞെങ്കിൽ സംഘങ്ങൾ തീരത്തുള്ളൂ. ഒരു കാര്യം ആദ്യം പറയാം, എനിക്ക് വളരെ സന്തോഷമുള്ളൊരു നിമിഷമാണ്, വളരെ പെട്ടെന്ന് പറഞ്ഞേക്കാം. കാരണം എൻ്റെ കഴിഞ്ഞ ചിത്രം ഞാൻ സംവിധാനം ചെയ്യും, അതിന് ചെറുപ്പക്കാരുടെ ഒരു പിന്തുണ കുറച്ച് കുറവായി പോയി എന്നുള്ളതാണ് എൻ്റെ പഠനം. ആ ചുറ്റുപാടിൽ പുതുപുത്തൻ തലമുറയുടെ പ്രതിനിധിയായിട്ടുള്ള ഫാത്തിമയുടെ കൂടെയും യുവജനോത്സവത്തിൻ്റെ പ്രതിനിധിയായിട്ടുള്ള സന്തോഷ് കുമാറിൻ്റെ കൂടെ ഇരിക്കുക എന്ന് വെച്ചാൽ ഓസ്മോസിസ് കൊണ്ട് സ്വല്പം യുവത്വം കൊണ്ട് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് മാറ്ററിലേക്ക് കടക്കാം. നിങ്ങൾ സൂചിപ്പിച്ച പോലെ യുവജനോത്സവം എന്ന് പറയുമ്പോൾ ഒരു ഉത്സവമാണ്. പക്ഷേ കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു യുവജനോത്സവത്തിലൊക്കെ പങ്കെടുക്കാനുള്ള ഒരു സൗഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ സത്യമാണ്. കാരണം അന്നൊന്നും അതിന് ഈ എക്സ്പോഷർ ഉണ്ടായിരുന്നില്ല. അത് ഞാൻ പഠിച്ചത് ഉൾനാട്ടിലുള്ളൊരു സ്കൂളിലായതുകൊണ്ട് ഇവിടുത്തെ മാതിരിയുള്ള ആഡംബരങ്ങളും അതിനുള്ള തയ്യാറെടുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും ഡിസ്ട്രിക്ട് തലത്തിലൊക്കെ പോയി ഞാൻ പ്രസംഗത്തിനും പാട്ടിനും എന്തിനും, ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഡ്രോയിങ് കോമ്പറ്റീഷൻ 1ാം സമ്മാനം അങ്ങനെ കിട്ടിയെന്നുള്ളതാണ്. അതെ. എങ്ങനെയാണ് വിധി ഉണ്ടാകുന്നത്, എങ്ങനെയാണ് അവാർഡ് ഉണ്ടാകുന്നതിലേക്കാണ് ഞാൻ പതുക്കെ ഒരു സൂചന കൊടുത്തത്. ഉണ്ടാക്കാൻ പറ്റില്ല. അത് പറഞ്ഞുകൊണ്ട് തന്നെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ അവാർഡ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഡ്രോയിങ് കോമ്പറ്റീഷനിൽ ചിത്രകാരനെ അല്ലാത്ത ബാലചന്ദ്ര മേനോൻ 1ാം സമ്മാനം നേടി ചിത്രകാരന്മാരെ കടത്തി വെട്ടി എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ കടത്തി വെട്ടിയില്ല, അത് ലാല് വേറൊരു പിക്ചർ അടിക്കുക. കടത്തി ഞാൻ വെട്ടിയതല്ല, എനിക്ക് കിട്ടിയതാണ്. അതെ, അത്രേ ഉള്ളൂ. ഞാനാരും വെട്ടാൻ പോയില്ല. അതിൻ്റെ വിധിയും പറയുന്നതാണ്. 10ൽ നിങ്ങൾക്ക് എനിക്ക് എല്ലാവരും ഇരിക്കുന്ന കൂട്ടത്തിൽ ഞാനും പെൻസിലോട്ടിരിപ്പുണ്ട്. അപ്പോൾ എനിക്ക് വരയ്ക്കാൻ അറിയാതെ, എന്നാലും ഒന്നിലും പുറകോട്ട് പോകാം. ഞാൻ ആ ഫേസ്ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഒരു കൂട്ടുകാരൻ, എന്നോടൊപ്പം പഠിച്ചിരുന്ന കൂട്ടുകാരൻ പെൺപിള്ളേരുടെ മുമ്പ് ഇതെല്ലാം ഓർത്ത് വെച്ചിരിക്കുന്നത്, പെൺപിള്ളേരുടെ മുമ്പിൽ വെച്ച് എന്നോട് ചോദിച്ചു, നിനക്ക് പാടാൻ പറ്റും, പ്രസംഗിക്കാൻ പറ്റും, നിനക്ക് വരയ്ക്കാൻ പറ്റുമോടാന്ന് ചോദിച്ചു. പെൺപിള്ളേരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞാൽ നമ്മൾ വിട്ടുകൊടുക്കുമോ? ഞാൻ മത്സരിച്ച് കയറിയിരുന്നു. 2 പെൻസിൽ കയ്യിലുണ്ട്, ബാക്കി പിള്ളേരുടെ കയ്യിലെല്ലാം കളർ പെൻസിലാണ്. അകത്ത് കയറി കഴിഞ്ഞപ്പോഴാണ് ഇത് എന്തിനാണ് ഞാൻ വന്നത് എനിക്കെന്ന് അറിഞ്ഞുകൂടാ. എല്ലാവരും വിഷയം വന്നു, നിങ്ങളുടെ മനസ്സിൻ്റെ ഭാവനയ്ക്കൊത്ത് വരച്ചോളൂ. വളരെ കളർ പെൻസിൽ പണി ആരംഭിച്ച് അതിൽ പറയുന്ന പോലെ സൂര്യോദയവും പക്ഷികളുടെ പടവും തടാകവും പർവ്വതങ്ങളും ഒക്കെ വന്നു. എനിക്കൊന്നും വരയ്ക്കാനില്ല. പെട്ടെന്ന് ആലോചിച്ച ഐഡിയ ആണ്. ഒറ്റ വട്ടം, 2 ഉണ്ടക്കണ്ണ്, ഒരു ഇടർന്ന മൂക്ക്, തടിച്ച കുറേ ചുണ്ട്, കുറേ രോമം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചിട്ട് മനുഷ്യൻ 10,000 വർഷങ്ങൾക്ക് മുമ്പ്. കോമ്പറ്റീഷൻ റിസൾട്ട് വന്നപ്പോൾ ഫസ്റ്റ് പ്ലേസ് ഗോസ് ടു ബാലചന്ദ്ര മേനോൻ. വിധികർത്താക്കളെ അറ്റാക്ക് അവർ പറഞ്ഞു, നിങ്ങളെ കുറ്റപ്പെടുത്തരുത്, ആകെയുള്ള മാർക്ക് 10ആണ്, 7 മാർക്ക് അദ്ദേഹത്തിൻ്റെ ഇമാജിനേഷനാണ്. നിങ്ങളൊക്കെ വെറും സാധാരണ കാര്യം വരച്ചു. പുള്ളി 10,000 വർഷങ്ങൾക്ക് പിന്നാലെ പോയതിൻ്റെ പേരിൽ കിട്ടിയ ഏക അവാർഡാണ് ഡ്രോയിങ് കോമ്പറ്റീഷൻ. ഒരു മിനിറ്റ്, ഞാൻ ശ്രീ ബാലചന്ദ്ര മേനോനിലേക്ക് വരാം. ശ്രീ കെ.പി. സന്തോഷ് കുമാർ, താങ്കൾ ഈ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൻ്റെ പ്രോഗ്രാം കമ്മിറ്റിയുടെ കൺവീനറാണ്. പ്രോഗ്രാമുകൾക്ക് ശ്രീ ബാലചന്ദ്ര മേനോന് അന്നുണ്ടായ അനുഭവങ്ങളാണോ ഇന്നും പലർക്കും പറയാനുണ്ടാകുക? അവർക്കൊക്കെ പ്രതീക്ഷിക്കാതെ ആ രംഗത്തുള്ളവർ അവിടെ വന്ന് കഷ്ടപ്പെട്ട് പലതും ഭാവനയിൽ വിരിയിച്ച് വരയ്ക്കുകയും എഴുതുകയും അവർ മുഖത്ത് വിരിയിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന അവാർഡിന് അപ്പുറം ആർക്കെങ്കിലുമൊക്കെ അവാർഡുകൾ കിട്ടുന്നുണ്ടോ അവിടെ, സമ്മാനങ്ങൾ? അതിനപ്പുറം അവാർഡുകൾ കിട്ടുന്നുണ്ടോ എന്നുള്ള ചോദ്യം പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ നിലയിൽ പൂർണ്ണമായി ഇപ്പോൾ പറയാൻ കഴിയില്ല. അത് പറയാൻ കഴിയാത്തതുകൊണ്ടാണ് അല്ല, അതിനെപ്പറ്റി അതിൻ്റെ ഒരു സംഘാടകൻ എന്ന നിലയിൽ ഇപ്പോൾ കൂടുതലായി പറയാൻ കഴിയില്ല. പക്ഷേ ഈ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നതിൽ പൂർണ്ണമായും അത്തരത്തിലാണോ മേള എന്നുള്ളതിനെ സംബന്ധിച്ച് ഇനി നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. 14 മത്സരാർത്ഥികളാണ് ഓരോ ഇനത്തിലും കേരള സംസ്ഥാന കലോത്സവത്തിൽ ഇപ്പോൾ പങ്കെടുക്കേണ്ടുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മത്സരത്തിൽ തന്നെ 30-32 കുട്ടികളാണ് ഓരോ ഇനത്തിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് തന്നെ കാണിക്കുന്നത് മത്സരത്തിനപ്പുറത്തേക്ക് സമൂഹം തന്നെ ഈ കലാമേളയെ കൊണ്ടുപോകുന്നുണ്ട്. കുട്ടികൾക്ക് ശരിയായ രീതിയിൽ അവരുടെ കലാവാസന പ്രകടിപ്പിക്കുന്നതിനപ്പുറമുള്ള സമൂഹത്തിലെ മറ്റ് മാത്സര്യ എല്ലാം തന്നെ ഈ മേളയിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്
അനുബന്ധമായ എല്ലാ ചർച്ചകൾക്കും കാരണമെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അതൊരു പക്ഷേ ഈ സംഘാടക സമിതിക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്തവണ്ണം സമൂഹത്തിൻ്റെ ഒരു വല്ലാത്ത ഇതിനോടുള്ള ഒരു അഭിനിവേശമോ അല്ലെങ്കിൽ അത്യാർത്തിയോ ഒക്കെ ഈ അവാർഡുകളൊക്കെ വാരി സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള രക്ഷിതാക്കളുടെയും ചില കുട്ടികളുടെയും ഒക്കെ താല്പര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അല്ല, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ കലാമേള നടത്താൻ കഴിയാത്ത വിധമുള്ള ഇടപെടലുകളിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. അതിന് പ്രധാനമായും മാധ്യമങ്ങൾ ഇത് എത്രത്തോളം പ്രചാരം നൽകുന്നു എന്ന് പറഞ്ഞാൽ മത്സര വിജയിയെ സംബന്ധിച്ച് അവരുടെ ചിത്രം, അവരുടെ കഴിവിനെ സംബന്ധിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ഇമേജ്, അതിന് വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും വളരെ വളരെ വലിയ താല്പര്യം കാണിക്കുമ്പോൾ അതൊരു കടുത്ത മത്സരത്തിൻ്റെ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന ഈ ഒരു തലത്തിൽ കയറിപ്പറ്റാൻ ഉള്ള ഒരു വലിയ തിരക്ക്. അതുകൊണ്ട് കുറേ കുട്ടികൾ അതിലേക്ക് കൂടുതലായി വരുന്നുണ്ടാകാം. ശ്രീ ബാലചന്ദ്ര മേനോൻ എന്ന ചിത്രം എന്താണെന്ന് അറിയാതിരുന്ന ഒരു പയ്യൻ 8ാം ക്ലാസ്സിൽ സമ്മാനം മേടിച്ചതുപോലെ ഇന്ന് ഒരുപാട് ബാലചന്ദ്ര മേനോന്മാർ അങ്ങനെ മേടിക്കുന്നുണ്ടോ എന്നതായിരുന്നു എൻ്റെ ആദ്യ ചോദ്യം. അല്ല, അവാർഡ് കമ്മിറ്റിക്കും സംഘാടകർക്കും ഒക്കെ ഉണ്ടോ കൺഫ്യൂഷൻ? ഉണ്ടാകാം. കാരണം ഇപ്പോൾ വിധികർത്താക്കളെ സംബന്ധിച്ചും ചർച്ചയുമാണ് കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ, ഞങ്ങൾ സംഘാടകരും സാധാരണ പ്രേക്ഷകർക്ക് തുല്യമാണ് അക്കാര്യത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ. ഇതൊരു വലിയ അവതരണമായി മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. അതിൻ്റെ സാങ്കേതികമായ ഇഴപിരിച്ച് അതിന് ഏറ്റവും മുന്നിൽ റാങ്കിങ്ങിൽ ആരാണ് മുന്നിൽ എന്ന് കൽപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ കൽപ്പിക്കുന്ന രീതിയോട് ഞങ്ങൾ പല തലങ്ങളിലും അതിനെ എതിർപ്പ് പ്രകടിപ്പിച്ചു. ശ്രീ ബാലചന്ദ്രൻ, അവിടെയാണ് രണ്ടാമത്തെ ഘട്ടം. താങ്കളുടെ ചിത്രം, ഏറ്റവും ഒടുവിലത്തെ ചിത്രം ഒരു വലിയ വിഷയമാകുന്നത്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ അല്ലെങ്കിൽ താങ്കൾ 8ാം ക്ലാസ്സിൽ അനുഭവിച്ച ആ ഒരു പശ്ചാത്തലത്തിൽ കുറേ കാര്യങ്ങൾ ഉണ്ടാകാം. ഇതൊരു വലിയ സത്യമായി മാറുകയും ഒരുപാട് പേർ ഇങ്ങനെയൊക്കെ ഈ രംഗത്തേക്ക് കടന്നു വരികയും എങ്ങനെയെങ്കിലും പ്രശസ്തിയും എന്നൊക്കെ പറഞ്ഞു വരികയോ ഒക്കെ ചെയ്യുമ്പോൾ ഈ മൂല്യനിർണ്ണയം നടത്തുന്ന ആളുകളും അവരും ഈ കച്ചവടത്തിൻ്റെ ഭാഗമാകുന്നു. സംഘാടകരും ഇവിടെ അങ്ങനെ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അങ്ങയുടെ സിനിമയിൽ, ഞാൻ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ അവാർഡ് കമ്മിറ്റി തട്ടിക്കൂട്ടുന്ന ഒരുപാട് കാര്യങ്ങളാണ് വിഷയമാകുന്നത്. അവാർഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നതാണ് വിഷയം. അത് ഇവിടെയും താങ്കൾ അറിയാതെ കാണുന്നുണ്ടോ? ഈ പശ്ചാത്തലത്തിൽ അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അങ്ങനല്ല, അതായത് ഇപ്പം അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഇതിനകത്തുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ചർച്ചയായോണ്ട് പറയുക. ഈ സമ്പത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ക്രമക്കേടുകൾ, അധികാരത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ അഴിമതി, പ്രശസ്തിയുടെ കാര്യത്തിലാണെങ്കിൽ സുജനപക്ഷപാതം. ഇത് നമുക്ക് അങ്ങ് ഒരിക്കൽ ചർച്ച കൊണ്ടൊന്നും മാറ്റി വയ്ക്കാൻ പറ്റത്തില്ല. ഇത് ഉണ്ടാകും. ഇതിൻ്റെ പെർസെൻറ്റേജ് എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമെന്നുള്ളതിലേക്ക് മാത്രമേ നമ്മുടെ ചർച്ച പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ചിത്രത്തിൽ ഇത് വരാൻ കാരണം ചെറുപ്പം മുതലേ എനിക്ക് ക്രൂരമായ അനുഭവങ്ങളുണ്ട്. ഇപ്പം ആദ്യം ഞാൻ പ്രതീക്ഷിക്കാത്ത അവാർഡ് കിട്ടിയെന്ന് പറയുന്നതും അനർഹമാണ്. ജഡ്ജിങ് കമ്മിറ്റി 10ൽ 7 മാർക്കും അദ്ദേഹത്തിൻ്റെ ഭാവനയ്ക്ക് കൊടുത്തു എന്ന് പറയുമ്പം അവിടെ കിടന്ന സൂര്യനെയും തടാകങ്ങളെയും സമുദ്രത്തെയൊക്കെ വരച്ച് തീർത്ത കുഞ്ഞുങ്ങളുടെ മുമ്പിലെങ്കിൽ എൻ്റെ കൂട്ടുകാരുടെ മുമ്പിൽ ഞാനൊരു വില്ലനായി മാറുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഈ രംഗത്തൊരു ശല്യം തന്നെയായിരുന്നല്ലോ കോളേജ് പഠിക്കുമ്പോഴും. യൂണിവേഴ്സിറ്റി കോളേജ് ഞാൻ പഠിക്കുമ്പോൾ നാടകോത്സവത്തിൽ നാടക മത്സരത്തിനായിട്ട് ഒരു നാടകം കൊണ്ട് ആലപ്പുഴ രാധാ തിയേറ്ററിൽ കളിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ഇതിൽ ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ബാലചന്ദ്ര മേനോൻ്റെ നാടകമാണ്, ബെസ്റ്റ് ആക്ടർ ബാലചന്ദ്ര മേനോനാണെന്നുള്ളത് ഏകകണ്ഠേന എല്ലാവരും പറഞ്ഞിട്ട് ഞാൻ ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ പോയി നിന്നിട്ട് ഫോൺ ചെയ്യുകയാണ് റിസൾട്ട് എന്ന് പറയുമ്പോൾ എനിക്കൊന്നുമില്ല. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ സിനിമയിൽ വന്നതിന് ശേഷം അന്നത്തെ ആ കോളേജിലെ എൻ്റെ ഒരു സതീർത്ഥ്യൻ, എൻ്റെ എതിർ രാഷ്ട്രീയ കക്ഷിയിൽ ഉള്ള ആളായിരുന്നു. അവരാണ് ഈ ഉത്സവം നടത്തിയത്. എന്നോട് കൈ പിടിച്ചു പറഞ്ഞു, ബാലചന്ദ്രൻ ഉള്ള കാര്യം പറയാമെന്ന്, നിങ്ങൾക്കായിരുന്നു ബെസ്റ്റ് ആക്ടറും നിങ്ങളുടെ നാടായിരുന്നു ഫസ്റ്റ്. ഞങ്ങൾ മനഃപൂർവ്വം പറഞ്ഞു ഞങ്ങളുടെ പാർട്ടിയൊന്നുമില്ല, കൊടുക്കണ്ടെന്ന് പറഞ്ഞു, കൊടുക്കായിരുന്നെന്ന് പറഞ്ഞു. ഇത് സ്വാഭാവികമാണ്. അത് സിനിമയായി, ഞാൻ സംവിധാനം ചെയ്യുമെന്ന സിനിമയായി. ഇതിപ്പോൾ യാഥാർത്ഥ്യമാകുന്നു. ഫാത്തിമ ഫിദ ഇപ്പോൾ മാപ്പിളപ്പാട്ടിൽ 4ാമതാണ് എത്തിയത്. ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ A ഗ്രേഡ് ഉണ്ട്. പക്ഷേ അവിടം കൊണ്ട് പോരാട്ടം അവസാനിപ്പിക്കാതെ അപ്പീൽ കൊടുത്തിരിക്കുകയാണ്. ശ്രീ ബാലചന്ദ്ര മേനോൻ പറഞ്ഞതുപോലെയുള്ള പല കാര്യങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ടാകാം. ഫാത്തിമ എന്ത് കണ്ടിട്ടാണ് ഈ അപ്പീൽ കൊടുത്തത്? ഞാൻ നല്ലോണം പാടി, നല്ല മത്സരം ഉണ്ടായിരുന്നു, എല്ലാവരും നല്ലോണം പാടി. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഫസ്റ്റ് കിട്ടാനുള്ള അർഹതയുണ്ട്, ഒന്ന് ട്രൈ ചെയ്തതാണ് അപ്പീൽ കൊടുത്തത്. ഇങ്ങനെ എല്ലാവരും ട്രൈ ചെയ്യുന്ന ഒരുപാട് അപ്പീലുകൾ അവിടെ വരികയാണെങ്കിൽ ഈ സംഘാടകർ എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകും? നിങ്ങളിങ്ങനെ ഇതിനകത്ത് അപ്പീലുകൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നാൽ സത്യത്തിൽ ആത്മാർത്ഥതയില്ലാത്തൊരു അപ്പീലായിരുന്നോ ഫാത്തിമയുടെ? അല്ല, പാടി എന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ട് കൊടുത്തതാണ്. റൈറ്റ്. എങ്ങനെയായിരുന്നു പാടി? ആ പാട്ടൊന്ന് പാടിക്കും. ഞാൻ OM കരുവാരക്കുണ്ട് രചിച്ച പാട്ടായിരുന്നു പാടിയത്.
അഷ്റഫ് എടക്കര സാറാണ് സംഗീതം ചെയ്തത്. കതിർഗത്തും മധുർ മങ്ക കസർവാകും ഹവാ ഉമ്മ കതിർഗത്തും മധുർ മങ്ക കസർവാകും ഹവാ ഉമ്മ കുഴലാകം കൊതിത്തേടെ കുതുകുല മുതിത്തേടെ കഥ കൊഞ്ച തിരുത്തേടി നരുതക്കനി കുഴലാകം കൊതിത്തേടെ കുതുകുല മുതിത്തേടെ കഥ കൊഞ്ച തിരുത്തേടി നരുതക്കനി കഥ കേട്ട ചതി മല്ലൻ ചെയ്ത മുറ്റക്കെതിർ വില്ലൻ കതി പൊതിഹീതം പോലെ പാർത്ത കനി കഥ കേട്ട ചതി മല്ലൻ ചെയ്ത മുറ്റക്കെതിർ വില്ലൻ കതി പൊതിഹീതം പോലെ പാർത്ത കനി കതിർഗത്തും മധുർ മങ്ക കസർവാകും ഹവാ ഉമ്മ കതിർഗത്തും മധുർ മങ്ക കസർവാകും ഹവാ ഉമ്മ. ശ്രീ ബാലേന്ദ്ര മേനോൻ, ഇത് അവാർഡ് കിട്ടുന്നു, സമ്മാനം കിട്ടുന്നു രണ്ടാമത്തെ കാര്യം. താങ്കൾക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഭാഗത്തുണ്ട്. അപ്പീൽ കൊടുക്കാനുള്ള പ്രഥമദൃഷ്ടിയ യോഗ്യതയുണ്ട്. ഇങ്ങനെ എനിക്ക് മറ്റുള്ളവരെ കേൾക്കാത്തതുകൊണ്ട് പറയാൻ പറ്റില്ല, പക്ഷെ പ്രഥമദൃഷ്ടിയ യോഗ്യത എന്തായാലും അപ്പീൽ കൊടുക്കാനുള്ള യോഗ്യത എന്തായാലും ഈ പാട്ടിനുണ്ട് എന്നുള്ളത് ശ്രീ ബാലേന്ദ്ര മേനോന്റെ സർട്ടിഫിക്കറ്റ് ആണ്. നമുക്കൊരു അതിഥി കൂടി ഇപ്പോൾ ഉണ്ട്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഇത്തവണ മിമിക്രിക്ക് 1ാം സമ്മാനം നേടിയിട്ടുള്ള രോഹിത് പെരുമാൾ. രോഹിത് കേൾക്കാമോ? രോഹിത് ശബ്ദത്തിന്റെ കലയാണ്, മിമിക്രി ആയിരുന്നു. എന്തൊക്കെയായിരുന്നു മിമിക്രിയിൽ രോഹിത് അവിടെ അവതരിപ്പിച്ചത്? സാധാരണ എല്ലാവരും ചെയ്യുന്നത് പോലെ നടന്മാരുടെ ശബ്ദം ഞാൻ ശ്രമിച്ചിട്ടില്ലായിരുന്നു. ശബ്ദ അനുകരണം എന്ന് പറയുമ്പോൾ ജനറേറ്റർ അങ്ങനത്തെ ശബ്ദങ്ങൾ മാത്രമാണ്. ജനറേറ്റർ അല്ലാതെ നമ്മൾ പ്രകൃതിയിൽ കാണുന്ന ശബ്ദങ്ങൾ, മെഷീനുകൾ, അങ്ങനത്തെ ശബ്ദങ്ങളൊക്കെയായിരുന്നു ചെയ്തിരുന്നത്. നടന്മാരെ ഒക്കെ ശ്രമിക്കാത്തത് എന്തെന്നാൽ അത് ശരിയായിട്ട് വന്നില്ലെങ്കിൽ അവരെ ഒരു വ്യക്തിഹത്യ ചെയ്യുന്ന പോലെ ഒരു തോന്നൽ എനിക്കുണ്ടായി. അതുകൊണ്ടാണ് ചെയ്യാത്തത്. ശ്രീ രോഹിത്, എന്തായാലും താങ്കൾക്ക് സമ്മാനം കിട്ടിയ ഇനത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളൊന്ന്, ആ ശബ്ദങ്ങളൊന്ന് ഇവിടെ കേൾപ്പിക്കാമോ ഇപ്പോൾ? തീർച്ചയായും. ജനറേറ്റർ ഓൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശബ്ദം. അടുത്ത എയ്റോപ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദമാണ്. ഇനി കുതിരക്കുളമ്പടി ശബ്ദം ഓരോ സിനിമയിൽ ചിത്രീകരിക്കുമ്പോൾ അതിൽ ശബ്ദം വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നി. അതിൽ മലയാള സിനിമയിൽ ഹിന്ദി സിനിമയിൽ ചെറിയൊരു വ്യത്യാസം. ഇംഗ്ലീഷിലോട്ട് പോകുമ്പോൾ ഇങ്ങനെ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ചെയ്തത്. പിന്നെ ദൈവം സഹായിച്ച് ഫസ്റ്റ് കിട്ടി. എന്തായാലും ദൈവം സഹായിച്ച് രോഹിതിന് 1ാം സമ്മാനം കിട്ടി. പക്ഷേ ഞാൻ എവിടെയോ വായിച്ച ഒരു കാര്യം, രോഹിത് മറ്റൊരു കലാരൂപത്തിലാണ് കൂടുതൽ താല്പര്യമുള്ള ആൾ. അവിടെയാണ് സമ്മാനം കൂടുതൽ കിട്ടിക്കൊണ്ടിരുന്നത്. മിമിക്രിയിലേക്ക് ബാലചന്ദ്ര മേനോൻ ചിത്രകാരനായതുപോലെ വന്നെത്തിയത് അല്ലെങ്കിൽ കൂടി, കുറച്ച് വ്യത്യാസമുണ്ടെങ്കിൽ കൂടി അത്രയും താല്പര്യം ഉണ്ടായിരുന്നില്ല. മറ്റതായിരുന്നു, മോണോ ആക്ട് ആയിരുന്നു താങ്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കലാരൂപം. അതിന് സമ്മാനങ്ങൾ കിട്ടിയിട്ടുമുണ്ട്. എന്താണ് ഇപ്പോൾ തോന്നുന്നത്? അല്ല, മോണോ ആക്ടിൽ പങ്കെടുത്തിട്ടുമുണ്ട്, സമ്മാനങ്ങളും കിട്ടിയിട്ടുണ്ട്. പക്ഷേ മിമിക്രിയിലോട്ട് മോണാക്ടിൽ പങ്കെടുക്കുമ്പോഴും മിമിക്രി കൊണ്ടുപോയിരുന്നു. പക്ഷേ അതിൽ ശരിയായ ഒരു ട്രാക്കിലല്ലായിരുന്നു. പിന്നെ പാലക്കാട് ഒരിക്കൽ പോവുകയുണ്ടായി. അവിടെ എ സോൺ മത്സരം നടക്കുമ്പോൾ കോളേജ്, ചിറ്റൂർ കോളേജ് വെച്ചിട്ട്. അപ്പോൾ അവിടെ ഒരു ചേട്ടൻ ചെയ്യുന്ന കണ്ടിട്ട് ആ ചേട്ടൻ ചെയ്യുന്ന പെർഫെക്ഷനോ ആ ചേട്ടന് കിട്ടുന്ന അംഗീകാരവും
അതാണ് ഇതിലോട്ട് ആകർഷിച്ചത്. അപ്പോൾ പിന്നെ ചെയ്തു തുടങ്ങിയപ്പോൾ അത് കുറച്ചും കൂടെ നന്നായിട്ട് തോന്നി. മോണാക്ടിൽ സമ്മാനം മേടിക്കാൻ ഇത്തവണ സാധിക്കാത്തതിൽ വിഷമമുണ്ടോ? അല്ല, സ്കൂളിൽ സമ്മാനം ഉണ്ടായിരുന്നു. പക്ഷേ മറ്റുള്ളവർക്കും കൂടെ ക്ലസ്റ്റർ അനുസരിച്ച് വിടുന്നുണ്ട്. അപ്പോൾ വേറൊരു കുട്ടിക്ക് അവസരം കൊടുക്കാൻ വേണ്ടി മാറിക്കൊടുക്കേണ്ടി വന്നു. അല്ല, വിഷമമൊന്നുമില്ല. കാരണം ആ കുട്ടിക്ക് പങ്കെടുക്കാൻ ഒരു അവസരം ലഭിച്ചതിൽ സന്തോഷമേ ഉള്ളൂ. ഇപ്പം മിമിക്രിക്ക് 1ാം സമ്മാനം കിട്ടിയില്ലായിരുന്നുവെങ്കിൽ എന്തായിരുന്നേനെ സംഭവിക്കുക? മനസ്സിങ്ങനെ ആയിരിക്കുമോ? അല്ല, ഈ കലോത്സവത്തിൽ പങ്കെടുക്കാൻ പറ്റിയതിനെ ഒരു വലിയ മഹാഭാഗ്യമായിട്ട് കരുതുന്ന എനിക്ക് സമ്മാനം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും പ്രത്യേകിച്ചൊന്നുമില്ല. കാരണം സമ്മാനം കിട്ടിയാൽ സന്തോഷമുണ്ട്. പക്ഷേ കിട്ടിയിരുന്നില്ലായിരുന്നെങ്കിൽ ഉള്ള കാര്യം പ്രശ്നമില്ല. കാരണം ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. രോഹിത് പെരുമാൾ, ശ്രീ KP സന്തോഷ് കുമാർ, ഇതാണ് 2 കാഴ്ചകൾ. ഒന്ന് 4ാം സമ്മാനമായിപ്പോയി, അപ്പീലിലാണ്. മറ്റത് പ്രതീക്ഷിക്കാത്ത മത്സരത്തിൽ പങ്കെടുത്ത് 1ാം സമ്മാനം നേടി. നേരത്തെ ഉണ്ടായിരുന്ന വിഷയത്തിന് പങ്കെടുക്കാൻ ഈ നിങ്ങളുടെ നിയമ നൂലാവലികൾ കാരണം പറ്റിയിട്ടില്ല. ഇതൊക്കെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങൾ, അവാർഡ് കമ്മിറ്റിയുടെ പ്രശ്നം അവിടെ കിടക്കുന്നു. താങ്കൾക്ക് മറുപടി പറയാൻ പറ്റിയിട്ടുമില്ല. രോഹിത് പറഞ്ഞത് സ്കൂൾ തലത്തിൽ നിന്ന് വരുമ്പോൾ നിയന്ത്രണങ്ങളുണ്ട്. ഒരു സ്കൂളിൽ നിന്ന് ഇന്ന ഇനങ്ങളിൽ മാത്രമേ, ഗ്രൂപ്പുകളിൽ നിന്ന് പരിമിതമായി മാത്രമേ കുട്ടികൾക്ക് ഉയർന്ന തലത്തിൽ മത്സരത്തിലേക്ക് വരാൻ കഴിയുന്നുള്ളൂ. അതുകൊണ്ടാണ് രോഹിത് അത് പറഞ്ഞത്. ഇവിടെ പറയുന്നൊരു വിഷയം, എല്ലാ കുട്ടികൾക്കും സമ്മാനം നേടുന്നതിന് വേണ്ടിയിട്ടാണോ കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നത് എന്നുള്ളൊരു മൗലികമായൊരു ചോദ്യമാണ് നമ്മൾ ഉന്നയിക്കേണ്ടുന്നത്. വിശേഷിച്ചും തർക്കം വരുന്ന പ്രധാനപ്പെട്ട ഒരു മേഖല നൃത്ത ഇനങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ശാസ്ത്രീയ നൃത്ത ഇനങ്ങളിൽ വരുന്ന വിധി നിർണ്ണയവുമായി ബന്ധപ്പെട്ടാണ് വാദകോലാഹലങ്ങൾ ഇപ്പോൾ പ്രധാനമായും താഴെത്തലം മുതൽ. ആർക്ക് പുരസ്കാരം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ടുള്ളത്? എല്ലാവർക്കും അല്ല എന്ന് അങ്ങ് തന്നെ പറഞ്ഞു. അതല്ല നമ്മുടെ ഉദ്ദേശവും. പക്ഷെ ആർക്കാണ് കൊടുക്കേണ്ടത്? കൊടുക്കാൻ യഥാർത്ഥത്തിൽ നല്ല നിലയിൽ പെർഫോം ചെയ്യാൻ കഴിയുന്ന കുട്ടികൾക്കെല്ലാം തുല്യമായ ഒരു അംഗീകാരം കൊടുത്ത് അവസാനിപ്പിക്കുന്ന നിലയിലേക്ക് കലോത്സവത്തിൽ ഒരു ഭേദഗതി തന്നെ നമ്മുടെ സമൂഹം ആലോചിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഈ മത്സര സംഘാടകര ഭാഗത്തു നിന്ന് ഇപ്പോൾ പൊതുവിൽ വരുന്നത്. കാരണം മത്സരത്തിൽ വിജയിക്കാൻ കഴിയാത്ത, അത് നിങ്ങളുടെ മുന്നിൽ വരുന്ന ഇത്തരം അപ്പീലുകൾ ഒരുപാട് പേർക്ക് സമ്മാനം കൊടുക്കണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ചിലതൊക്കെ ഇതിനിടയിൽ കൂടെ വാങ്ങി പോകുന്നുമുണ്ട്. അതിന് കിട്ടാതെ പോകുന്ന ആളുകളെ കൂടി സന്തോഷിപ്പിക്കുക എന്നുള്ള നിങ്ങളുടെ ഒരു ജനകീയ ചിന്ത കൊണ്ടല്ലേ അത്? ശ്രീ ബാലചന്ദ്ര മേനോൻ, അല്ല, എനിക്കത് കുറച്ചുകൂടെ ഒന്ന് വ്യക്തമാക്കിയാൽ, ഇതൊരു വളരെ ദൗർഭാഗ്യകരമായൊരവസ്ഥയാണ്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, യുവജനോത്സവം എന്ന് പറയുന്നത് കുട്ടികളുടെ ഉത്സവമാണ്. അവരുടെ കഴിവുകൾ പരസ്പരം കാണിക്കാനും അല്ലേ, അതിനുള്ളൊരു ഫോറമാണല്ലോ നമ്മൾ കൊടുക്കുന്നത്, അവരുടെ വ്യക്തിത്വ വികാസത്തിനൊക്കെ ഉപയോഗമായിട്ട്. ഇതിൽ പങ്കെടുക്കുന്ന ഒരു ആംബിയൻസ് ഉണ്ട്. ആ ആംബിയൻസ് തന്നെ സത്യം പറഞ്ഞാൽ മാറണമെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. നമ്പർ 1, ഇപ്പം നേരത്തെ ഫാത്തിമ ഇവിടെ എന്ന് പറഞ്ഞു, എന്തുകൊണ്ട് നിങ്ങൾ അപ്പീലിന് പോയി? ഞാൻ പാടി, ഞാൻ നന്നായി പാടി. അതിനെ അഹങ്കാരം എന്ന് വിളിക്കരുത്. ഞാൻ സംവിധാനം ചെയ്യുമെന്ന് പേരിട്ടതിനെ അഹങ്കാരം എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. തെറ്റാണ്. ഞാൻ നന്നായി പാടി എന്ന് പറഞ്ഞതിൻ്റെ കാരണം ആ കുട്ടിയിൽ വിശ്വാസമുള്ളതുമാണ്. അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടത്. അതേസമയം ഞാൻ പാടിയത് ഇങ്ങനെ ആയതുകൊണ്ട് എനിക്കാണ് കിട്ടേണ്ടത് എന്നുള്ള ശാഠ്യം മനസ്സിൽ വന്നിട്ട് വിധികർത്താവിനെ ചോദ്യം ചെയ്യുന്നത് യുവജനോത്സവത്തിൻ്റെ രീതിയല്ല. അത് വരാൻ പാടില്ല. പക്ഷേ നിലവിലുള്ള ഒരു സംഗതി ഉണ്ടല്ലോ ശ്രീ ബാലചന്ദ്ര മേനോൻ, അങ്ങ് പ്രതിനിധാനം ചെയ്യുന്ന ചലച്ചിത്ര മേഖലയിൽ ഒരു അവാർഡ് കമ്മിറ്റി ഉണ്ട്. അതുപോലെ ഇവിടെയും ഉണ്ട് അവാർഡുകൾ. ഈ അവാർഡിലെ കമ്മിറ്റികൾ താങ്കൾ ചിത്രത്തിൽ കാണിച്ചതുപോലെയുള്ള രീതിയിലാണ് ഉണ്ടാകുന്നത്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നു, ഞാനൊരു പാട്ട് പാടാം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും പാടുന്നു. ഇദ്ദേഹത്തിൻ്റെ പാട്ട് കേട്ടു, എൻ്റെ പാട്ട് കേട്ടു. ലാലാണ് വിധികർത്താവെങ്കിൽ ഒരു നിയമമുണ്ട്. അത് സിനിമയ്ക്ക് അവാർഡിന് വേണ്ടി പടം അയക്കുമ്പോഴും ഏത് അവാർഡ് കമ്മിറ്റിക്ക് മുമ്പിൽ കൊടുക്കുമ്പോഴും ഒരു ക്ലോസ് ഉണ്ട്. വിധികർത്താക്കൾ അവരുടെ തീരുമാനം അന്തിമമാണ്, ദാറ്റ് ഈസ് ഫൈനൽ. അതിനെ നാം ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു തീരുമാനം വന്നില്ലെങ്കിൽ ഒരു രോഗി വിശ്വാസമില്ലാത്ത ഡോക്ടറെ ഉപദ്രവിക്കുന്ന. ശരി, അവിടെയാണ് എൻ്റെ ചോദ്യം. ശ്രീ ബാലചന്ദ്ര മേനോൻ, താങ്കളുടെ സിനിമയെ തന്നെ കോൺട്രഡിക്റ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നു. അതായത് അതിനകത്തുള്ള അവാർഡ് കമ്മിറ്റിയിലെ ആളുകൾ പെരുമാറിയ അതിൻ്റെ ക്ലൈമാക്സിലല്ല, അതിൻ്റെ മുൻപ് കാലങ്ങളിൽ പറഞ്ഞതുപോലെയുള്ള രീതിയിലാണ് ഈ അവാർഡ് കമ്മിറ്റിയിലുള്ള ആളുകൾ പെരുമാറുന്നതെങ്കിൽ അവരെ ചോദ്യം ചെയ്യാൻ പാടില്ലേ? അങ്ങനല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ബിക്കോസ് ഇപ്പോൾ ഇവിടെ ഇപ്പം എന്താ വരുന്നത്, ഇപ്പോൾ ഒരു പങ്കെടുക്കാൻ വരുന്ന ഒരാൾ അപ്പീലിന് പേപ്പറുമായിട്ട് ആദ്യം വരുന്നത്. അതല്ല യുവജനോത്സവം നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് ഈ വിധികർത്താക്കൾക്ക് തീരുമാനിക്കാൻ കഴിയാത്തൊരു കാര്യം വേറൊരു ജഡ്ജിന് പറയാൻ പറ്റുമോ? വിധികർത്താവ് വയലിൻ വായിക്കുന്നു,
വയലിന് 1ാം സമ്മാനം കിട്ടിയ ഒരു കുട്ടി ഒരു കോടതിക്ക് പോകുന്ന വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? കോടതിയിൽ ആൾക്കാരെ വെച്ചിട്ട് വയലിനിസ്റ്റിൽ വെച്ചിട്ട് നിങ്ങൾ ജഡ്ജ് ചെയ്യാൻ പറ്റുമോ? അല്ല, ശ്രീ KP സന്തോഷ് കുമാർ, ഈ വിധികർത്താക്കളുടെ കാര്യത്തിൽ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യ ദിവസങ്ങളിലൊക്കെ അത് കേട്ടതാണ്. ഇവർക്ക് കൃത്യമായ എല്ലാ ഭാഷയും അതുമായി ബന്ധപ്പെട്ട് അറിയില്ല, എല്ലാ കാര്യങ്ങളും മനസ്സിലാകാത്തവരാണ് എന്ന് പറഞ്ഞാൽ അവിടെ വലിയ തർക്കങ്ങൾ ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന ചില തർക്കങ്ങൾ സംഘാടനവുമായി ബന്ധപ്പെട്ട് തട്ട് ശരിയായില്ല, ശബ്ദം ശരിയാവുന്നില്ല, നാടക അവിടെയാണ് പ്രശ്നം കൂടുതൽ ഇന്ന് സംഭവിച്ചത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ രീതിയിൽ വിധികർത്താക്കൾക്ക് എല്ലാ യോഗ്യതയും ഉണ്ട് എന്ന് നിങ്ങൾ എങ്ങനെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്? അങ്ങനെ അല്ലാത്തവർ ഇതിനകത്ത് കടന്നു കയറുന്നുണ്ടോ? ബാലചന്ദ്ര മേനോൻ സിനിമയിലെ പോലെ, അതിനകത്ത് പറഞ്ഞതുപോലെ? വിധികർത്താക്കളെ തീരുമാനിക്കുന്നത് അവരുടെ യോഗ്യതയുടെയും പരിചയത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. അത് ജില്ലാതലത്തിൽ ഡെപ്യൂട്ടി ഡയറക്ടർമാരും സംസ്ഥാന തലത്തിൽ ബഹുമാനപ്പെട്ട DPIയുടെ നേതൃത്വത്തിലുമാണ്. അത് ഒരു സർക്കാർ സംവിധാനമായി നിലനിൽക്കുകയാണ്. ആ പരാതികൾ പിന്നെ എന്തുകൊണ്ട് ഉണ്ടാകുന്നു? പരാതികൾ ഇത്തരം സന്ദർഭങ്ങളിൽ നിശ്ചയിക്കപ്പെടുന്ന വിധികർത്താക്കൾ വഴിവിട്ട രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായും ഉണ്ടാകുന്ന ആരോപണം. അത് കുറേ അധികം ശരിയുണ്ടാകാം. അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് പല മാധ്യമങ്ങളും അവരുടെ ശബ്ദം തന്നെ റെക്കോർഡ് ചെയ്ത് കേൾപ്പിച്ചിട്ടുണ്ട്. ഇവർ പണം ചോദിക്കുന്നത്, ഇന്ന ആളുകൾക്കാണ് സമ്മാനം കൊടുക്കേണ്ടത്, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അല്ല, അവിടെയാണ് അടിസ്ഥാനപരമായ മാറ്റം വരേണ്ടത്. നമ്മൾ ഇവിടെ നിന്ന് ചർച്ച ചെയ്യുന്ന ഇതേ വിഷയം തന്നെ നമ്മൾ സ്വയം മാറാകാതെ ഇതിൻ്റെ ആംബിയൻസ് മാറാൻ പോകുന്നില്ല. ഞാൻ അതിൽ പറഞ്ഞുകൊണ്ട് എൻ്റെ ചിത്രത്തിനും ഞാൻ പറഞ്ഞത് അവാർഡെന്ന് പറയുന്നത് ഒരാൾക്ക് കിട്ടുന്ന അംഗീകാരമാണ്, അതിൽ മറ്റു പരിഗണന പാടില്ല. ഞാനത് പറഞ്ഞിരിക്കുന്നതും ഒരു അവാർഡ് നിഷ്പക്ഷമായിരിക്കണം. ഞാൻ ആ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് അതിലെ പുഴുക്കുത്തുകളാണ്. ഒരു അവാർഡ് കമ്മിറ്റിയിൽ എന്തെല്ലാം പുഴുക്കുത്തുകൾ ഉണ്ടാകുന്നുള്ള കാണിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ തീരുമാനമെന്ന് പറയുന്നത് സർക്കാർ ജനങ്ങളുടെ കാശ് പിരിച്ച് നടത്തുന്ന അവാർഡാണ്, അത് സത്യസന്ധമായിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ചിത്രത്തിൻ്റെ സന്ദേശം. ഞാൻ അവാർഡ് കമ്മിറ്റി അങ്ങേയറ്റം ബഹുമാനിച്ചുകൊണ്ട് തന്നെയാണ് അത് ആവിഷ്കരിച്ചത്. തീർച്ചയായിട്ടും കലോത്സവത്തിൻ്റെ ആ ഗ്രേസ് കളയുന്ന ഒരു ചർച്ചയായി പോകാനും പാടില്ല. നമ്മൾ നല്ല സന്ദേശമാണ് ഇതിനകത്തോടെ കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഫാത്തിമയിലേക്ക് വന്നാൽ, ബാലേന്ദ്ര മേനോനും അത്തരം കാര്യങ്ങളാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ ഫാത്തിമ ഫിദ ബാലേന്ദ്ര മേനോൻ സിനിമയിൽ അടുത്ത് എന്തായി മാറും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഫാത്തിമ ഫിദ ഗസൽ ഗായിക കൂടിയാണ് ശ്രീ ബാലേന്ദ്ര മേനോൻ. ഒന്ന് ഈ മാപ്പിളപ്പാട്ടിൽ നിന്ന് മാറ്റി ഒന്ന് പിടിക്കാമോ? ഇപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സ്റ്റേറ്റിൽ ഫസ്റ്റ് കിട്ടിയ ഗസൽ പാടാം. तरकी तालुकात पे तरके तरकी तालुकात पे रोया न तूने, लेकिन ये क्या कि चैन से सोया ना तूने। वो हम सफर था मगर उससे हम नवाई न थी, कि धूप छाँव का आलम रहा जुदाई न थी। वो हम सफर था मगर उससे हम नवाई न थी, कि धूप छाँव का आलम रहा जुदाई न थी। वो हम सफर था वो हम सफर था मगर उससे हम नवाई न थी। ശ്രീ ബാലേന്ദ്ര മേനോൻ, എന്തായാലും ഈ പറഞ്ഞ അർത്ഥത്തിലുള്ള വ്യത്യസ്തമായ മേഖലകളിൽ ഒരു കുട്ടി തന്നെ പല രീതിയിൽ പാടുന്നു. ഇങ്ങനെ കലാകാരികളെയും കലാകാരന്മാരെയും ഒരു വേദിയിൽ കൊണ്ട് എത്തിക്കുക എന്നുള്ളത് മാത്രമല്ല സംസ്ഥാന സ്കൂൾ കലോത്സവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ സമ്മാനങ്ങളും വേണം. സിനിമ വർഷം തോറും അവാർഡിന് അയക്കുമ്പോൾ എല്ലാത്തിനും ഒരേ ഗ്രേഡ് ഇട്ട് കൊടുത്താൽ എങ്ങനെ ഇരിക്കും എന്ന് അങ്ങ് ചിന്തിച്ചു നോക്കിയാൽ ഉണ്ടാകുന്ന പ്രശ്നം ഇതിനകത്ത് ഉണ്ടാകാം. അപ്പോൾ ആ നിലയ്ക്ക് ഈ കലാകാരന്മാരുടെ കലയെയും കൂടി, കലാകാരന്മാരെ മാത്രമല്ല കലയ്ക്കും കൂടി പരിപോഷിപ്പിക്കാനുള്ള അവസ്ഥ ഉണ്ടാകാൻ, ആ കലയെ അംഗീകരിക്കാനുള്ള
രീതിയിലുള്ള മാറ്റമല്ലേ ഉണ്ടാകേണ്ടത്? അത് വരുന്നവർക്കെല്ലാം ഓരോ സമ്മാനം കൊടുത്ത് അയക്കുന്ന രീതിയിലേക്കാണോ അല്ല, പോകുന്നത്? അങ്ങനെ അത് ഞാൻ പറഞ്ഞു. അടിസ്ഥാനപരമായിട്ട് ഇതിപ്പോൾ ഉള്ള ആംബിയൻസിൻ്റെ ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞത്. ലാക്ക് ഓഫ് കോൺഫിഡൻസ്, ലാക്ക് ഓഫ് ട്രസ്റ്റ്. നമ്മൾ പങ്കെടുക്കാൻ വരുന്നു. ഞാനൊരു ഇമാജിൻ, അപ്പം ഞാനൊരു വിധികർത്താവിൻ്റെ മുമ്പിൽ ഞാൻ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുകയാണ് ഈ വിധികർത്താവ് തീരെ പോരാൻ തോന്നിയാൽ ദർ എൻസ് ദ മാറ്റർ. അപ്പോൾ വരാതിരിക്കണമെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ശ്രദ്ധിക്കണം. അത് നമ്മുടെ ജോലിയല്ല, അത് സർക്കാർ ശ്രദ്ധിക്കണം. ഒരു രീതിയിലും ചോദ്യം ചെയ്യാൻ വയ്യാത്ത രീതിയിൽ ബിയോണ്ട് ദി ഡൗട്ട് നിൽക്കുന്ന റെപ്യൂട്ടേഷനിലുള്ള ക്രെഡിബിലിറ്റിയുള്ള ജഡ്ജസിനെ കൊണ്ടുവന്ന് മാത്രമേ ഇരുത്താവൂ. അതിൽ ശുപാർശ ഞാൻ ഈ ചിത്രത്തിലും പറയുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് സിനിമ കാണാൻ വരുന്നത്, ഞാൻ സിനിമ കാണാത്ത ആളാണ്, ഞാൻ ആ വഴി കയറിയതാണ്. അങ്ങനെ ആ വഴി ഈ വഴിയെല്ലാം കയറുന്ന രീതി വന്നു കഴിയുമ്പോൾ നമ്മൾ ഇവരെയല്ല കുറ്റപ്പെടുത്തേണ്ടത്, നമ്മുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ്. അത് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാറണം, നമ്മുടെ മനസ്സ് മാറണം, എങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. ശ്രീ കെ പി സന്തോഷ് കുമാർ, ചിലപ്പോഴൊക്കെ ശ്രീ ബാലേന്ദ്രൻ മേനോൻ പറഞ്ഞതുപോലെ അതുവഴി ഇതുവഴിയൊക്കെ കയറുന്നവർ ചിലപ്പോൾ അവരുടെ സമ്മർദ്ദത്തിൻ്റെ ശക്തി കൊണ്ടൊക്കെ ചിലപ്പോൾ ജഡ്ജിമാരായും മറ്റ് പല മേഖലകളിലൊക്കെ എത്തിപ്പെട്ടേക്കാം. ചിലപ്പോൾ പൂർണ്ണമായി ഒഴിവാക്കാൻ പറ്റാത്തൊരു രീതിയുണ്ട്. സർക്കാർ സംവിധാനം പോലെ എന്നുള്ള രീതിയിൽ കലാമേഖലയിൽ ഉള്ള ഇത്തരം വിലയിരുത്തലുകളുടെ ഭാഗം മാറുന്നുണ്ടോ? അതിൻ്റെ പ്രശ്നമുണ്ടോ? ഒരു ഓവർ ബ്യൂറോക്രാറ്റിക് ആയി കാര്യങ്ങൾ പോകുന്നുണ്ടോ? അതോ കലയ്ക്ക് എല്ലാവിധ സ്വാതന്ത്ര്യവും കൊടുത്ത് അതിനെ അംഗീകരിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണോ പോകുന്നത്? ആരോഗ്യകരമായ ചർച്ചയാണോ മാറ്റങ്ങൾക്ക് വേണ്ടി അവിടെ ഇപ്പോൾ താങ്കളെപ്പോലുള്ളവർ ഉന്നയിച്ചിട്ടുള്ളത്? വിധിനിർണ്ണയവുമായി ബന്ധപ്പെട്ട് ജഡ്ജിമാരുടെ വിധികർത്താക്കളുടെ യോഗ്യത, പരിചയം, സാർ പറഞ്ഞ മാതിരിയുള്ള കാര്യങ്ങളെല്ലാം ശരിയായി പരിശോധിച്ചുകൊണ്ട് തന്നെ നമുക്ക് സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. ആ രീതിയിലുള്ള ചർച്ച ആണ് ഉണ്ടാകേണ്ടുന്നത്. പക്ഷേ ഇപ്പോൾ കാണുന്ന ആക്ഷേപങ്ങളും പ്രയാസങ്ങളും എല്ലാം തന്നെ അവരവരുടെ താല്പര്യങ്ങളും കൂടി ബന്ധപ്പെടുത്തിയാണ് എന്ന് കാണാം. ഇപ്പോൾ തിരുവനന്തപുരത്ത് യുവജനോത്സവവുമായി ബന്ധപ്പെട്ട് പരാതികളുടെയും വേദികൾക്ക് മുന്നിൽ പ്രകടനങ്ങളുടെയൊക്കെ ഒരു ദിവസങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇതിനൊക്കെ ഈ പരാതി പരിഗണിക്കപ്പെടേണ്ടുന്ന പരാതികൾ മാത്രമാണോ? അതിനപ്പുറം എന്തെങ്കിലും ലോബിയിങ് ഉണ്ടോ എന്നുള്ളതും കൂടി മാധ്യമപ്രവർത്തകർ അന്വേഷിക്കേണ്ടുന്ന കാര്യമാണ്. ഒരു സെറ്റ് ആളുകൾ ഈ വിഷയങ്ങളെ ഉണ്ടോ? ഒരു ക്ലൂ തരാനുണ്ടോ മാധ്യമങ്ങൾക്ക്? മാധ്യമങ്ങൾ ഈ പരാതി പ്രളയവുമായി പ്രതിഷേധ പ്രകടനങ്ങളുമായി വരുന്ന ആളുകളുടെ എല്ലാം താല്പര്യങ്ങൾ എന്താണെന്ന് കൂടി പരിശോധിച്ചിട്ട് വേണം ഈ പ്രകടനത്തിന് ആ രീതിയിൽ മാധ്യമങ്ങൾ ഒപ്പിയഭിപ്രായമാണ് സംഘാടകർ. എന്താണെന്നറിയോ, ഒരു കാര്യം കൂടി, മത്സര വിധികർത്താവാകാൻ കഴിയാത്തതിൻ്റെ പേരിൽ ചിലപ്പോൾ മത്സര വിജയിയാകുന്ന കുട്ടിയുടെ നൃത്ത അധ്യാപകനാകാൻ കഴിയാത്തതിൻ്റെ പേരിൽ പല കാര്യങ്ങൾ, പല താല്പര്യങ്ങളുടെ പേരിൽ കൂടി സംഗതി മൊത്തത്തിൽ മോശമാക്കുന്നുണ്ട് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് അധികകാലം നീണ്ടുപോകില്ല. പക്ഷെ അതിനിടയിൽ എല്ലാവരും അങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾ കണ്ണടച്ചാൽ ഒരുപക്ഷെ സംഘാടക സമിതിക്ക് വേണമെങ്കിൽ കാര്യങ്ങളെ വിമർശനപരമായി തന്നെ കാണണം. മാധ്യമങ്ങൾ കണ്ണടയ്ക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. അതേ സമയത്ത് തന്നെ ഇവരെ പോലുള്ള സംഘാടകരുടെ അവരുടെ ഭാഗത്തുള്ള ഒരു ബുദ്ധിമുട്ടും ഭാരവും കൂടെ നമ്മൾ തീരുമാനിക്കണം. ഉച്ചയ്ക്കിട്ട കറിക്കകത്ത് ഉപ്പ് കൂടിപ്പോയി എന്ന് പറയുന്നത് രാഷ്ട്രീയവൽക്കരിക്കരുത്. അവരടുപ്പിടുന്നതിന് മുമ്പ് അടുപ്പിട്ട ശരിയല്ല, അടുപ്പിന് കാഷായ നിറമാണ്, ചുവന്ന നിറമാണെന്ന രീതിയിലുള്ള വ്യാഖ്യാനം വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ കൂടെ ഒരു സപ്പോർട്ട് അവർ കൊടുത്തെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതല്ലെങ്കിൽ ഈ കുരുന്നുകളെ വെച്ചുകൊണ്ട് നടത്തുന്ന ഒരു വലിയ ക്രൂരതയായിട്ട് ഇത് മാറും. അവരുടെയും കുറേ കണ്ണുനീര് കാണേണ്ട സ്ഥിതി വരും. പരാതിക്കാർ ഇപ്പോൾ കുട്ടികളിപ്പോൾ അപ്പീൽ എന്ന് പറയുന്നത്, പണ്ടൊക്കെ നമ്മുടെ ജീവിതത്തിൽ അപ്പീൽ എന്ന് കേട്ടത് 50 വയസ്സ് കഴിഞ്ഞിട്ടാണ്. ഇപ്പൊ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരെ അപ്പീൽ കൊടുത്തു. മത്സരത്തിന് മുമ്പ് അപ്പീൽ കൂടി തീരുമാനിച്ചു. വെരി വെരി ബാഡ്. നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. ഈ കുട്ടിയുടെ മുഖത്തുള്ള നേർമേലും നോക്കുമ്പോൾ അപ്പീൽ കൊടുക്കുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതത്തില്ല. പക്ഷെ നിയമം പഠിക്കുകയാണ്. ഇത് പൊളിറ്റിക്സ് അല്ലല്ലോ ശ്രീ ബാലേന്ദ്ര മേനോൻ. അങ്ങനെ അപ്പീൽ കൊടുത്ത കാര്യങ്ങൾ കിട്ടാതെ കരഞ്ഞു പോയ ആളുകളൊക്കെ മലയാള സിനിമയിൽ വലിയ താരങ്ങളായിട്ടുണ്ട്. അതല്ലെങ്കിലും വരും. അവർ അപ്പീൽ കൊടുത്തില്ലെങ്കിൽ ഒരാൾ ഇന്നതാവണം എന്നൊരു വിധി ഉണ്ടെന്നുണ്ടെങ്കിൽ മിസ്റ്റർ ലാൽ അത് വന്നിരിക്കും. ഒരുപാട് ചരിത്രത്തിൽ യുവജനോത്സവം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യം, കേരളീയ സമൂഹം തന്നെ ഓർക്കണം. മത്സരത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഇൻസ്റ്റൻ്റായിട്ട് ഇപ്പോൾ നൃത്തരൂപമായാലും ഇപ്പോൾ വാദ്യോപകരണങ്ങൾ മത്സരവുമായി ബന്ധപ്പെട്ട് വിധികർത്താക്കൾ പരസ്യമായി പറയുകയാണ്, ഇൻസ്റ്റൻ്റായി ഈ മത്സരത്തിന് വേണ്ടി ഈ കുട്ടിയെ ഒന്ന് പഠിക്കുന്നു. കുട്ടിക്ക് തനതായ ഒരു കലാരൂപം കുട്ടിയിൽ വളരുന്നതിന് പകരമായി മത്സരത്തിന് വേണ്ടി മാത്രമായി ഒരു പെർഫോമൻസായി കുട്ടിയെ ട്രെയിൻ ചെയ്യിച്ചു കൊണ്ടുവരികയാണ്. യഥാർത്ഥ കലാപരമായിട്ടുള്ള കഴിവുകളെ വികസിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു പരിമിതി വിധികർത്താക്കൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഒരു കാര്യമുണ്ട് മിസ്റ്റർ ലാൽ, ഈ ഇവിടെ വന്നിരുന്നുകൊണ്ട് പറയാം, എനിക്ക് എല്ലാ ചാനലിൽ നിന്നും നിങ്ങളുടെ യുവജനോത്സവത്തിന് വരാനുള്ള ക്ഷണമാണ്, ഒരു ദിവസം വരണമെന്ന് പറഞ്ഞിട്ട് വരാൻ പറ്റിയില്ല. പക്ഷേ അസാധാരണ പ്രതിഭയുള്ള കുട്ടികളാണ്. ഇപ്പോൾ ഈ കുട്ടി അടക്കം ഞാൻ പറയാം, അത് ഷോക്കേസ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു അപൂർവ സൗഭാഗ്യമാണ് യുവജനോത്സവം എന്നുള്ള ഒരു നല്ല അംശം കൂടെ ഇവിടെ അടിവരയിട്ട് പറയേണ്ട ബാധ്യത എനിക്കുണ്ട്. എന്തായാലും നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഫാത്തിമയുടെ തന്നെ ഒരു
പാട്ടിലൂടെ നമുക്കിത് അവസാനിപ്പിക്കാമെന്നാണ് തോന്നുന്നത്. എന്നാൽ രാഹുൽ പെരുമാളും നമ്മളോടൊപ്പം വെയിറ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് അതിലേക്ക് പോകാൻ നമുക്ക് വീണ്ടും പോകാനുള്ള സമയം ഇതിനകത്ത് കിട്ടുന്നില്ല. ക്ഷമിക്കണം. രോഹിത് പെരുമാൾ, ഫാത്തിമ ഫിദ ഒരു പാട്ട് പാടി നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ഞാനൊരു ഹിന്ദി സോങ് പാടാം. യെസ്. आपकी नजरों ने समझा प्यार के काबिल मुझे, आपकी नजरों ने समझा प्यार के काबिल मुझे, दिल की धड़कन ठहर जा मिल गई मंजिल मुझे, आपकी नजरों ने समझा, जी हमें मंजूर है आपका ये फैसला, जी हमें मंजूर है आपका ये फैसला, कह रही है हर नजर बंद परवर शुक्रिया, दो जहां की आज खुशियाँ हो गई हासिल मुझे, आपकी नजरों ने समझा प्यार के काबिल मुझे, आपकी नजरों ने समझा. എന്തായാലും പെൺകുട്ടികളുടെ മുമ്പിൽ വെച്ച് വാശി പിടിപ്പിച്ചാൽ വേണമെങ്കിൽ എന്തും ചെയ്യുന്ന ആളാണ് ശ്രീ ബാലേന്ദ്ര മേനോൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ഫേസ്ബുക്ക് പോസ്റ്റിൽ. അതുകൊണ്ട് ഞാൻ പാടിക്കാൻ ഇപ്പോൾ ശ്രമിച്ചാൽ നമുക്ക് സമയത്തിൻ്റെ പരിമിതി കൊണ്ട് മാത്രം ഞാൻ അതിലേക്ക് പോകുന്നില്ല. വാശി പിടിപ്പിച്ചാൽ അദ്ദേഹം പാടുകയും ചെയ്യും. ഈ കലോത്സവ ചർച്ചയിൽ ഒരു നല്ല സന്ദേശമാണ് നമുക്ക് ലഭ്യമാകുന്നത്, കലോത്സവ സംഘാടകർക്കും കലോത്സവത്തിൽ പങ്കെടുക്കുന്നവർക്കും എന്ന് നമ്മൾ കരുതിക്കൊണ്ട് ഈ ചർച്ച അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. വളരെ നന്ദി ശ്രീ ബാലേന്ദ്ര മേനോൻ, ഫാത്തിമ ഫിദ, ശ്രീ കെ പി സന്തോഷ് കുമാർ, ശ്രീ രോഹിത് പെരുമാൾ. രോഹിത് വെമുലയുടെ ആത്മഹത്യയിൽ കേന്ദ്ര സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. ലക്നൌവിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിനിടെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധവും ഉണ്ടായി. രോഹിത് ആത്മഹത്യ ചെയ്തതിൽ ദുഃഖമുണ്ടെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. സമരം വ്യാപിപ്പിക്കുമെന്ന് സംയുക്ത സമരസമിതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചർച്ചയിൽ ഇപ്പോഴുള്ളത് BJP വക്താവ് ശ്രീ JR പത്മകുമാർ. ശ്രീ JR പത്മകുമാർ, എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി ഇത്ര മാത്രം വൈകിയത് ഈ ഒരു പ്രഖ്യാപനത്തിന്? അദ്ദേഹം പ്രഖ്യാപനം നടത്തിയതല്ലല്ലോ, അദ്ദേഹം ഒരു പരിപാടിയിൽ പങ്കെടുത്തു. അംബേദ്കർ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ പങ്കെടുത്ത സമയത്ത് ഈ ആനുകാലികമായിട്ടുള്ള പ്രശ്നം ചർച്ച ചെയ്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ വിഷമം രേഖപ്പെടുത്തി എന്നുള്ളതാണല്ലോ. അല്ല ഒരാൾ മരിച്ചതിന് ഉടനെ പ്രഖ്യാപനം നടത്തുകയാണോ ഒരു പ്രധാനമന്ത്രി ചെയ്യേണ്ടത്? ആനുകാലികം എന്ന് അങ്ങ് പറയുന്ന കാര്യം ഇന്നലെയും ആനുകാലികമായിരുന്നു, കഴിഞ്ഞ ദിവസവും ആനുകാലികമായിരുന്നു, അതിന് മുമ്പുള്ള ദിവസങ്ങളും ഒക്കെ ഇതായിരുന്നു. ഇത് വളരെ രാജ്യം മുഴുവൻ വലിയ രീതിയിൽ പ്രതിഷേധങ്ങളിലേക്ക് പോകുമ്പോഴും പ്രധാനമന്ത്രി ഇന്ന് വൈകുന്നേരം 3 മണി വരെ ആ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ലക്നൌവിലെ അംബേദ്കർ സർവകലാശാലയിൽ ഉണ്ടാകുന്നത് വരെ കാത്തിരുന്നത് എന്തിന്? അതുകൊണ്ടല്ലേ അദ്ദേഹത്തിന് ചരിത്രത്തിൽ ഒരു പ്രധാനമന്ത്രിക്കും ഇന്ത്യയിൽ ഇല്ലാത്ത വിധം വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ഏറ്റുവാങ്ങേണ്ടി വന്നത്? ഈ ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യമല്ലേ, വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്. വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭണം എന്നൊക്കെ താങ്കൾ ഇങ്ങനെ അതിനെ നമ്മൾ നിരീക്ഷിക്കുന്നത് ഒരു അപക്വമാണ്. കാരണം അവിടുത്തെ സംഭവം 2 വിദ്യാർത്ഥികൾ ഒരു മുദ്രാവാക്യം വിളിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം എന്തായാലും ഒരു പ്രധാനമന്ത്രിയുടെ ചടങ്ങിലോ പ്രസിഡന്റ് ചടങ്ങിലോ അത്തരത്തിലുള്ള പ്രതിഷേധം വന്നാൽ എങ്ങനെയാണ് പെരുമാറുന്നത് അറിയില്ല. അവരവിടെ നിന്ന് നീക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അല്ലാതെ ഈ രാജ്യവ്യാപകമായ പ്രക്ഷോഭം അല്ലെങ്കിൽ പ്രതിഷേധം എന്നൊക്കെ ഇങ്ങനെ പർവ്വതീകരിച്ച് കാണിക്കുന്നതിൻ്റെ യുക്തി എന്താണെന്ന് താങ്കൾ തന്നെ വിലയിരുത്തും. ഹൈദരാബാദ് സർവകലാശാലയിൽ ഇപ്പോൾ രോഹിത് വെമുല പോലെയുള്ള ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തെ കേന്ദ്ര സർക്കാർ BJP ഒരു രീതിയിലും വളരെ പ്രാധാന്യത്തോടുകൂടി കാണുന്നില്ല. അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമാണ്, അതൊരു സാധാരണ ഒരു ആത്മഹത്യയാണ്, ആ മരണത്തിൽ ദുഃഖമുണ്ട് എന്നുള്ളൊരു സ്റ്റാൻഡ് മാത്രമാണോ ഇപ്പോഴുള്ളത്? അല്ല, നമ്മളിവിടെ ചർച്ച ചെയ്യണ വിഷയം എന്താ? ആ ദളിത് എന്നുള്ള നിലയിലുള്ള ആ കുട്ടിയുടെ ആത്മഹത്യ, ദളിത് കാർഡ് ഉപയോഗിക്കുക. അവിടെ ഈ അക്രമത്തിന് ഇതിൻ്റെ സംഭവം എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പല രീതിയിലുള്ള മീഡിയ പ്രചരണങ്ങളും തെറ്റിദ്ധാരണകളുണ്ട്. എന്താണ് സംഭവം? ആ സംഭവത്തിൽ ഇപ്പോൾ അതുമായി ബന്ധപ്പെടാതെ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു. ആ സംഭവത്തിന് ഇടയായ അതിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സുശീൽ കുമാർ എന്ന് പറഞ്ഞ മറ്റൊരു വിദ്യാർത്ഥിയെ 30ഓളം ഈ മരിച്ച വ്യക്തി ഉൾപ്പെടെ 30ഓളം പേര് ഹോസ്റ്റലിൽ ചെന്ന് ആക്രമിച്ചിട്ടുണ്ട്. അത് ആ കുട്ടിയുടെ മതം, ആ കുട്ടിയുടെ ജാതി, ആ കുട്ടിയുടെ സ്ഥിതി, ഇതൊന്നും ആരെങ്കിലും എവിടെയെങ്കിലും ചർച്ച ചെയ്തപ്പെട്ടു? പക്ഷേ ശ്രീ JR പത്മകുമാർ, ഈ സുശീൽ കുമാറിൻ്റെ കാര്യത്തിൽ ABVP നേതാവായ ശ്രീ സുശീൽ കുമാറിൻ്റെ കാര്യത്തിൽ അവിടെ ഹൈദരാബാദ് സിറ്റി
സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ അന്വേഷിച്ച റിപ്പോർട്ട് വൈസ് ചാൻസലർക്ക് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് അങ്ങനെ ഒരു ആക്രമണം നടന്നിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ റിപ്പോർട്ട് VC പൂഴ്ത്തി വെച്ചിരിക്കുകയായിരുന്നു. അല്ലല്ലോ, അതല്ലല്ലോ സംഭവം. യഥാർത്ഥ സംഭവം എനിക്ക് പറയാൻ 2 മിനിറ്റ് സമയം തന്നെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഈ യാക്കൂബ് മാമിനെ തൂക്കിക്കൊന്ന സമയത്ത് ഈ അംബേദ്കർ സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ പേര് ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഒരു മയ്യത്ത് നമസ്കാരം നടത്തി. മയ്യത്ത് നമസ്കാരവും ഇതിനെതിരായിട്ട് ഒരു കുട്ടി ഒരു പോസ്റ്റ് ഇട്ടു. അതാണ് ഈ സുശീൽ കുമാർ ഒരു പോസ്റ്റ് ഇട്ടു, ഇത് കാണിക്കുന്നത് ദേശദ്രോഹമാണ്, ഇതിന് പ്രവർത്തിച്ച ഗുണ്ടകളാണ് എന്ന് ഒരു പോസ്റ്റ് ഇടുമ്പോൾ നമ്മൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് എല്ലാം പ്രചരിപ്പിക്കുകയും പ്രസംഗിക്കുകയും ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. എന്റെ ചോദ്യം പക്ഷേ മറ്റൊന്നായിരുന്നു, സുശീൽ കുമാറിനെ ആക്രമിച്ചിട്ടില്ല എന്നുള്ള പോലീസ്. ഇപ്പോൾ ശ്രീ M. സുരാജ് ടെലിഫോൺ ലൈനിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ടെലിഫോണിൽ യാത്രയിലായത് അത് കട്ട് ചെയ്ത് പോകുന്നതിന് മുമ്പ് ശ്രീ M. സുരാജ്, ഇപ്പോൾ BJP വക്താവ് പറയുന്നത് BJPയുടെ ഒരു പ്രതികരണം ഈ രീതിയിലാണ്. രോഹിത് വെമുലയുടെ ആത്മഹത്യ ഒരു സാധാരണ സംഭവം എന്നുള്ള നിലയ്ക്ക് അപ്പുറം കാണേണ്ടതില്ല, അതിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് പോകേണ്ടതില്ല, അവരുടെ മുൻകാല ചരിത്രവും കൂടെ പരിശോധിക്കണം, രോഹിത് വെമുലയെ പോലുള്ളവരുടെ ചരിത്രവും കൂടെ പരിശോധിക്കേണ്ടതുണ്ട്. ഇന്ന് പ്രധാനമന്ത്രി വലിയ പ്രസ്താവനകളൊന്നും നടത്തിയിട്ടില്ല, സാധാരണ രീതിയിൽ തന്നെയാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. ജുഡീഷ്യൽ അന്വേഷണം എന്നുള്ള രീതിയിലേക്കൊക്കെ പോയിട്ടുള്ള കാര്യം ഒരു വലിയ സംഭവമായിട്ടൊന്നും എടുത്തുയർത്തേണ്ട കാര്യമില്ല. ദളിത് പീഡനമായി ഇതിനെ കാണേണ്ടതില്ല. അല്ല, എനിക്ക് തോന്നുന്നു BJP സ്വീകരിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായി അങ്ങനെ പറയാനേ BJPക്ക് സാധിക്കൂ. അതുകൊണ്ടായിരിക്കാം. നമ്മുടെ കൺമുൻപിൽ നടന്ന സംഭവമല്ലേ, ഒരു വിദ്യാർത്ഥി, മിടുക്കനായ ഒരു വിദ്യാർത്ഥി, ഒരു ദളിത് വിദ്യാർത്ഥി, അയാൾ ആത്മഹത്യ ചെയ്യേണ്ടി വന്നിരിക്കുന്നു. എന്തിനാണ് ആത്മഹത്യ ചെയ്തത്? ഒരു തമാശയ്ക്ക് വേണ്ടി ആത്മഹത്യ ചെയ്തു എന്ന നിലയിലാണ് BJP നേതാക്കന്മാരുടെ വാദം കേട്ടാൽ തോന്നുക. അയാൾ എഴുതിയ കത്ത് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, കക്ഷി രാഷ്ട്രീയത്തിൻ്റെതായ വ്യത്യസ്ത അഭിപ്രായഗതികളെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ തുറന്ന മനസ്സോടെ ആ കത്തൊന്ന് വായിക്കട്ടെ BJPയുടെ നേതാക്കന്മാർ. എന്നിട്ട് മനുഷ്യത്വപരമായ ഒരു അഭിപ്രായം പറയാനുള്ള ആർജവം കാണിക്കുക. നാം പിടിക്കുന്ന പതാകയുടെ നിറം മനുഷ്യത്വപൂർണമായ ഒരു നിലപാട് സ്വീകരിക്കാൻ തടസ്സമായി മാറരുത്. നമ്മുടെ ഇടയിൽ ജീവിച്ചിരിക്കേണ്ട ഒരു ചെറുപ്പക്കാരനല്ലേ, എന്താ അയാൾ ചെയ്തത് തെറ്റ്? ഇവിടെ യാക്കൂബ് മേമനെ കുറിച്ചൊക്കെ സൂചിപ്പിക്കുന്നത് എന്നെ ഫോണിൽ വിളിച്ച സമയത്ത് ഒരു സെക്കൻഡ് ഞാൻ കേൾക്കുന്നുണ്ടായി. എന്താ പറഞ്ഞതെന്ന് എനിക്ക് വ്യക്തമായിരുന്നില്ല. യാക്കൂബ് മേമന്റെ വധശിക്ഷയെ ഞാൻ പറയാം. ഓ അല്ല, അല്പസമയം ഒന്ന് വെയിറ്റ് ചെയ്താൽ എന്താണ് ഞാൻ പറഞ്ഞതെന്ന് ഒന്നുകൂടെ പറയാം. പറഞ്ഞോളൂ. യാക്കൂബ് മാമനെ തൂക്കിക്കൊന്ന സംഭവം അറിയാമല്ലോ. 93-ലെ ബോംബെ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ നിരവധി കോടതികളിൽ അത് കേസ് നടത്തി അവസാനം തൂക്കിക്കൊന്നു. ആ തൂക്കിക്കൊന്നതിന് ശേഷം അദ്ദേഹത്തിന് മുസ്ലിം ആയതുകൊണ്ടാണ് തൂക്കിക്കൊന്നതെന്ന് നിങ്ങളുടെ പാർട്ടിയുടെ നേതാവ് പറഞ്ഞത് അവിടെ നിൽക്കട്ടെ, അദ്ദേഹത്തിന് നീതി ലഭിച്ചില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ സംഘടന അവിടെ പ്രകടനം നടത്തിയപ്പോൾ പറഞ്ഞ മുദ്രാവാക്യം, നിങ്ങൾക്ക് ഒരു യാക്കോബ് മാമിനെ കൊല്ലാൻ കഴിയൂ, ഇന്ത്യയിലെ വീടുകളിൽ നിന്നും എല്ലാം ഓരോ യാക്കോബ്മാരെ ഞങ്ങൾ സൃഷ്ടിക്കും എന്ന് പറഞ്ഞാൽ അത് ഈ ദളിത് അവകാശവുമായി ബന്ധപ്പെട്ട സ്വരാജ് പറയൂ. ശ്രീ സ്വരാജ് പറയൂ. ഹലോ, പറഞ്ഞോളൂ സ്വരാജ്. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. ഞാൻ ശ്രീ സ്വരാജിലേക്ക് ഒന്നുകൂടി തിരിച്ചെത്താം. ആ ടെലിഫോൺ ലൈനിൽ യാത്രയിലായതുകൊണ്ട് പ്രശ്നമുണ്ട്. ശ്രീ JR പത്മകുമാർ, യാക്കൂബ് മേമന്റെ വധശിക്ഷയുമായി ബന്ധപ്പെട്ടുണ്ടായ രാജ്യവ്യാപകമായ പ്രതികരണങ്ങളിൽ ഒന്ന് ഹൈദരാബാദ് സർവകലാശാലയിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ ഒരു പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ പേരിൽ ABVP നേതാവുമായിട്ട് സംസാരവും തർക്കവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആക്രമണം ഇല്ല എന്നാണ് പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ട് എന്നാണ് ഞാൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ളത്. അതല്ലെങ്കിൽ അങ്ങേക്ക് അതിനെ തെളിയിക്കാം. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ അതിനുള്ള മറുപടി ആത്മഹത്യയിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള മാനസിക പീഡനം ഉണ്ടാക്കുന്ന രീതിയിൽ അവിടുത്തെ സ്ഥലം MP, ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി ഇതൊക്കെ ഇടപെടുകയാണോ? അങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ തന്നെ കൃത്യമായ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഇടപെടേണ്ടതിന് പകരം ഇപ്പോഴും ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു പെരുമാറ്റമാണോ ഉണ്ടാകേണ്ടത്? നിങ്ങൾ ഒരു 2 മിനിറ്റ് ചോദ്യം ചോദിച്ചു, അപ്പോൾ 2 മിനിറ്റെങ്കിലും മിനിമം എനിക്ക് തരണം. 3 മിനിറ്റ് തരാം. അല്ല, ഈ സംഭവം ഇങ്ങനെയല്ല, നിങ്ങൾ പറയുന്നത് പോലല്ല. യാക്കൂബ് മേമന് ഉള്ള പ്രശ്നമല്ല, അതിനെ പ്രതിഷേധിച്ച് എല്ലാ വീടുകളിലും ഞങ്ങൾ യാക്കൂബ് മേമനെ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞ് ഒരു പ്രകടനം നടത്തിയാൽ അതിനെതിരായി ഒരു പ്രതിഷേധം, ഒരു പോസ്റ്റ് ഇടാനുള്ള സ്വാതന്ത്ര്യം, ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം നിലനിൽക്കുന്ന ഈ രാജ്യത്തില്ലേ? അതൊരു ദളിത് വിദ്യാർത്ഥിയായ സുശീൽ കുമാർ, ദളിത് ABVP നേതാവായ സുശീൽ കുമാർ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട സമയത്ത് രാത്രി വെളിയിലുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 30ഓളം വിദ്യാർത്ഥികൾ അദ്ദേഹത്തെ ചെന്ന് മർദ്ദിച്ച് വലിച്ചിഴച്ച്
മെയിൻ സെക്യൂരിറ്റി ഗേറ്റിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യിപ്പിച്ചിട്ട് അതിനെ ഞാൻ ഇങ്ങനെ പോസ്റ്റ് ഇട്ടതിൽ മാപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ബലം പ്രയോഗിച്ച് എഴുതിയിട്ട് മൃഗീയമായി മർദ്ദിച്ച് 2 പോലീസുകാർ അവിടെ നിൽക്കുന്ന സമയത്താണ്. അതിനുശേഷമാണ് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നത്, ICUവിൽ അഡ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മാതാവ് ദളിത് സ്ത്രീ അവരെ കോമ്പസിൽ ചെന്നു. അവരെ ഈ യൂണിവേഴ്സിറ്റി ഓഫീഷ്യൽസിന്റെ മുമ്പിൽ വെച്ച് ഈ നേതാക്കന്മാർ അപമാനിച്ചു വിട്ടില്ലേ? അതിനുശേഷം അവർ പോലീസ് സ്റ്റേഷനിൽ ചെന്നു, കേസെടുത്തില്ല. അവർ കോടതിയിൽ പോയി. കോടതിയിൽ നിന്നാണ് കേസെടുക്കാൻ നിർദ്ദേശം കൊടുത്തത്. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്ത സമയത്താണ് യൂണിവേഴ്സിറ്റി ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു കമ്മിറ്റി വെച്ചത്. ആ കമ്മിറ്റിയുടെ തീരുമാനം അനുസരിച്ചാണ് ഈ വിദ്യാർത്ഥികൾക്കെതിരായി സ്ട്രിക്റ്റ് ആയിട്ട് നടപടിയെടുക്കാൻ തീരുമാനിച്ചത്. അതിനെതിരായി ഈ പറയുന്ന അംബേദ്കർ സ്റ്റുഡൻസ് അസോസിയേഷൻ കോടതിയിൽ പോയി. ആ ഡിസംബർ 2015 ഡിസംബറിൽ കോടതി പോയി. ആ കോടതി വിധി 18/1 വിചാരണ വച്ചിരിക്കുന്ന സമയത്താണ് ആത്മഹത്യ ചെയ്യുന്നത്. ശരി, ഇത് വ്യക്തമായല്ലോ. ഇത്രയും സമയത്തിനകത്ത് അങ്ങ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. അതിനകത്തുള്ള എൻ്റെ സംശയം ഇതാണ്, ഈ കാര്യവുമായി ബന്ധപ്പെട്ട് സുശീൽ കുമാർ എന്ന ABVP നേതാവിനെ ആക്രമിച്ചിട്ടില്ല എന്ന് പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ട് അവിടെ ഉണ്ട് ശ്രീ JR പത്മകുമാർ. ആ റിപ്പോർട്ട് അനുസരിച്ച് അതിനകത്ത് വേറെയും ഒരു കാര്യം പറയുന്നുണ്ട്. ഈ സുശീൽ കുമാർ അവിടെ ആശുപത്രിയിൽ പോയി ചികിത്സ തേടിയത് ആക്രമണത്തിന് പരിക്കേറ്റതിൻ്റെ പേരിലല്ല, അപ്പൻഡിക്സിന് ഉള്ള ട്രീറ്റ്മെൻ്റ് ആണ് അവിടെ എടുത്തത് എന്നാണ് ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നതായി ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ശക്തമായി അങ്ങ് നിഷേധിക്കുന്നുണ്ടോ? അല്ലല്ല, TP ചന്ദ്രശേഖരൻ മരിച്ചപ്പോഴും ഇങ്ങനെയാണല്ലോ പറഞ്ഞത്. അദ്ദേഹം സ്വന്തം ബൈക്ക് മറിഞ്ഞ് മരിച്ചാണെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം അത്തരത്തിലുള്ള വിവരിക്കേണ്ട ആവശ്യമുണ്ട്. ഞാൻ ചോദിച്ചത്, ഈ മരിച്ച രോഹിത് എന്ന് പറയുന്ന OBC വിദ്യാർത്ഥിയുടെ അവകാശം സംരക്ഷിക്കുന്നത് പോലെയല്ലേ സുശീൽ കുമാർ എന്ന ദളിത് വിദ്യാർത്ഥിയുടെ അവകാശം സംരക്ഷിക്കണ്ടേ? അദ്ദേഹത്തെ മർദ്ദിച്ച 30 പേർക്കെതിരായി കോടതിയിൽ കേസുണ്ട്. കോടതിയിൽ പോയിട്ടുണ്ടോ? ആ കോടതി മെഡിക്കൽ റിപ്പോർട്ടുണ്ടോ? ഇതൊക്കെ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു എന്നൊക്കെ പറയില്ലേ? ഇതേ ഹോസ്പിറ്റൽ ഇല്ല. ഇത് അതിനകത്തുള്ള സംശയം ഇതാണ്, ഈ ABVPയുടെ അല്ലെങ്കിൽ BJPയുടെ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിൽക്കുന്ന ദളിതുകൾക്ക് മാത്രമേ സംരക്ഷണമുള്ളൂ എന്നാണോ? അത് നിങ്ങൾ നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിൽക്കുന്ന ദളിതരല്ല എന്നുള്ള നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് ഇന്ത്യയിൽ. നിങ്ങളെ ഈ ഇടതുപക്ഷ ബുദ്ധിജീവികളും ചില സോക്കാൾഡ് ബുദ്ധിജീവികളും എല്ലാം കൂടി എടുത്തിട്ടുള്ള തീരുമാനം അതാ. ചോദ്യത്തിനുള്ള കൃത്യമായ ഉത്തരം എന്റെ ആദ്യത്തെ ചോദ്യത്തിന് ഇത് TP ചന്ദ്രശേഖരന്റെ ഭാഗത്ത് നടന്നതുപോലെയാണെന്നാണ് പറഞ്ഞത്. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ TP ചന്ദ്രശേഖരൻ എവിടെ എത്തിയെന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ രോഹിത് വെമുലയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ മാനസികമായി ഉണ്ടായ പീഡനം, മറ്റ് വിദ്യാർത്ഥികൾക്കെതിരെ ഉണ്ടായ നടപടികൾ, ഇതൊക്കെ അവിടെ ഒരു MP-യും കേന്ദ്രമന്ത്രിയും ഒക്കെ ആയിട്ടുള്ള അദ്ദേഹത്തിന് ദത്താത്രേയ അദ്ദേഹമാണ് ഈ രീതിയിൽ പെരുമാറിയിട്ടുള്ളത്. ഇപ്പോഴും ദത്താത്രേയയുടെയും സ്മൃതി ഇറാനിയുടെയും പേരിൽ രാജിവെക്കണം എന്ന് ദളിത് പീഡനം ഉണ്ടായി എന്നുള്ള രീതിയിൽ രാജിവെക്കണം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. നിങ്ങൾ ഞാൻ ചോദിച്ചു, ബംഗാളി ദത്താത്രേയ അയച്ച കത്തെന്താ? ആ കത്ത് ആരെങ്കിലും എവിടെയെങ്കിലും പ്രചരിപ്പിച്ചിട്ടുണ്ടോ, പ്രദർശിപ്പിച്ചിട്ടുണ്ടോ, ആരെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ? അല്ലാതെ ദത്താത്രേയ ഇതിൽ ഇടപെട്ടു 2014 ഹനുമന്ത റാവു എന്ന് പറയുന്ന കോൺഗ്രസ് MP കത്തയച്ചിട്ടുണ്ടല്ലോ, ഇവിടെ പ്രശ്നങ്ങളുണ്ട്, ദളിതുകളെ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയച്ചിട്ടുണ്ടല്ലോ. അതിനെക്കുറിച്ച് പറയാത്ത 2014 ഇപ്പൊ ഈ കത്തിന്റെ പേരിലാണല്ലോ നടപടികൾ ഉണ്ടായത്. സർവകലാശാലയിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായതും അദ്ദേഹം ആത്മഹത്യയിലേക്ക് പോയത്. അല്ലല്ല, അദ്ദേഹം ആ കത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എന്നെ ആരെങ്കിലും എന്റെ മരണത്തിന് ഞാൻ തന്നെയാണ് ഉത്തരവാദി, ആർക്കും അതിൽ ഉത്തരവാദിത്തം ഇല്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ രണ്ടാമത്, അങ്ങനെ ഒരാൾ സ്വന്തം ഇഷ്ടപ്രകാരം എനിക്ക് എൻ്റെ മരണത്തിൽ ആരും ഉത്തരവാദിയല്ല, അതുകൊണ്ട് ഞാൻ മരിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ മരിക്കുന്നവരൊക്കെ മരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണോ നിങ്ങളുടെ സർക്കാർ ചെയ്യുന്നത്? അന്വേഷണ ഏജൻസി കൊണ്ടുവരട്ടെ. ഞാൻ പറഞ്ഞ കാര്യം, ഇവിടെ സംബന്ധിച്ചിടത്തോളം ഒരു കൺസേൺഡ് എംപിക്ക് ഒരു പരാതി കിട്ടിയാൽ ആ പരാതി അദ്ദേഹം മന്ത്രിക്ക് അയച്ചു, മന്ത്രി യൂണിവേഴ്സിറ്റിക്ക് അയച്ചു, യൂണിവേഴ്സിറ്റി തീരുമാനമെടുത്തിട്ട് കഴിഞ്ഞതിന് ഈ വിദ്യാർത്ഥികളെ എല്ലാവരെയും പുറത്താക്കണമെന്നാണ് ആദ്യത്തെ ശർമ്മ എന്ന് പറയുന്ന ആദ്യത്തെ കമ്മിറ്റിയുടെ തീരുമാനം. അതേസമയം അന്ന് യൂണിവേഴ്സിറ്റിയിൽ പ്രശ്നമുണ്ടായ സമയത്ത് ഇത് കെപ്റ്റിൻ അവേയൻസിൽ വെച്ചു എന്നുള്ളതേ ഉള്ളൂ. സർവകലാശാലകൾ എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ ഗവേഷകരുടെ ഒരു സമൂഹമാണ്. അവിടെ ഈ ലോകത്തുണ്ടാകുന്ന ഏത് തരത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ചുമുള്ള സംഭാഷണങ്ങൾ ഉണ്ടാകും, സംവാദങ്ങൾ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന സംവാദങ്ങളിൽ പോലും കത്തിവെച്ചുകൊണ്ട് അതിൽ പോലും ഇടപെട്ടുകൊണ്ട് MP കത്തയക്കുക,
അതിൻ്റെ പേരിൽ അവർ ദേശദ്രോഹികളെന്ന് പറഞ്ഞ് മുദ്ര കുത്തുക, അതിൻ്റെ പേരിലാണ് പീഡനമുണ്ടായി ദളിത് യുവാവായ രോഹിത് വെമുല ഇപ്പോൾ ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു കേന്ദ്ര സർവകലാശാലയിൽ മാത്രമല്ല സംഭവിക്കുന്നത്, രാജ്യത്തുള്ള കേന്ദ്ര സർവകലാശാലകളിൽ മുഴുവൻ ഈ രീതിയിൽ ഇടപെടലുകൾ ഉണ്ടാകുന്നു എന്നാണ് ഇപ്പോൾ സമരസമിതി പറയുന്നത്. ഇന്ന് കേരളത്തിൽ തന്നെ ശ്രീ പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത് കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിലും ഈ രീതിയിലുള്ള ദളിത് പീഡനം നടക്കുന്നു എന്നാണ്. കേരളത്തിൽ ദളിത് പീഡനം 2 പെൺകുട്ടികളെ കെട്ടിയിട്ട് വിലാസമൊക്കെ ചെയ്തല്ലോ. ഈ സർവകലാശാലയാണോ അത്? കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രശ്നമാണോ ഇത്? ഇദ്ദേഹത്തിന്റെ ജില്ലയിൽ കണ്ണൂരിൽ പേരാവൂരിൽ ആ ഉച്ചയ്ക്കുള്ള ആഹാരത്തിന് വേണ്ടി ദളിത് ബാലന്മാർ ഈ നമ്മുടെ മാലിന്യം ചെയ്യുന്നത് കണ്ടില്ലേ? അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അതൊന്നും പറയാതെ ഇവിടെ നടക്കുന്ന കാര്യം പ്രചരണം നടത്തേണ്ടത്. ഇതാ ഇങ്ങനെ ഈ നാട്ടിൽ നടക്കുന്നു എന്ന് BJPക്ക് പറയാം. എന്താ സംഭവിക്കുന്നത്? ദളിത് പീഡനം കേന്ദ്ര സർവകലാശാലയിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അധികാരമുള്ള കേന്ദ്രമന്ത്രിമാരും കേന്ദ്ര ഭരണ സംവിധാനവുമാണ് അതിന് മറുപടി പറയേണ്ടത്. ശരി, ഇപ്പോൾ എന്തായാലും കേന്ദ്ര സംവിധാനം ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒരു കാരണവുമില്ലാതെയാണോ ഈ ജുഡീഷ്യൽ അന്വേഷണം? അത് ഒരു ഇൻസിഡന്റ് ഉണ്ടായി, അതിനെ സംബന്ധിച്ച് പ്രക്ഷോഭം വന്നു, അത് പ്രഖ്യാപിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഈ മേമന്റെ ഇഷ്യൂ പറഞ്ഞല്ലോ, മേമന്റെ ചെയ്ത അദ്ദേഹത്തിന് നീതി കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. മേമന്റെ പ്രവൃത്തിയെ ന്യായീകരിക്കാൻ ഇടതുപക്ഷമോ SFIയോ അല്ലെങ്കിൽ അവിടുത്തെ യൂണിയനോ തയ്യാറാകും? ഇവിടെ വിഷയം ഞാൻ ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത്, അങ്ങ് ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഹൈദരാബാദ് സർവകലാശാലയിലെ രോഹിത് വെമുൽ എന്ന് പറയുന്ന ഗവേഷക വിദ്യാർത്ഥിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നടക്കുന്ന കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായുള്ള സംഘടനകളുടെ സമരത്തിൻ്റെ കാരണം. ആ സമരത്തിൻ്റെ ശക്തിക്ക് മുന്നിൽ കേന്ദ്ര സർക്കാർ ഇന്നിപ്പോൾ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. അതാണ് വിഷയം. SFI അല്ല, ഇടതുപക്ഷമല്ല, കോൺഗ്രസ് അല്ല, BJP അല്ല. ഈ വിദ്യാർത്ഥികളുടെ ഗവേഷകരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ സമരത്തിൻ്റെ മേൽ ഒരു ആത്മഹത്യ ഉണ്ടായതിൻ്റെ പേരിൽ ഉണ്ടായിരിക്കുന്ന വിഷയം ജുഡീഷ്യൽ അന്വേഷണം നടത്തി കണ്ടുപിടിക്കാൻ പോവുകയാണ് നിങ്ങൾ. എന്താണ് കണ്ടുപിടിക്കാൻ പോകുന്നത്? എന്താണ് അന്വേഷിക്കുന്നത്? അല്ല, നിങ്ങൾ പറയുന്ന ഒരു സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്രിറ്റിസിസമാണ്. ഈ പ്രശ്നത്തിൽ ഒരു കുട്ടി പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ കുട്ടിയെ ആക്രമിച്ചതിനെ കുറിച്ച് നിങ്ങൾ എന്താ ചർച്ച ചെയ്യാത്തത്? ഇതാണല്ലോ നിങ്ങൾ ഇവിടെ അയോധ്യയിൽ നടന്നത്, ഒരു സംഭവം മാത്രം ഹൈലൈറ്റ് ചെയ്യുക, മറ്റൊന്ന് മറച്ചു വയ്ക്കുക. മാറാട് നടന്നത്, ഒരു സംഭവം മാത്രം ഹൈലൈറ്റ് ചെയ്യുക, മറ്റൊന്ന് മറച്ചു വയ്ക്കുക. ഈ രീതിയിലുള്ള നമ്മളെ നിരീക്ഷണങ്ങളാണ് ഈ രാജ്യത്തെ ഈ അവസ്ഥയിൽ കൊണ്ടെത്തിക്കുന്നതും ഇത്തരത്തിലുള്ള വിധ്വംസക ശക്തികൾക്ക് പ്രോത്സാഹനമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. ശ്രീ സ്വരാജ് ഇപ്പോൾ ലൈനിലുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ശ്രീ സ്വരാജ്, മറുപടി. അതെ, എനിക്ക് അത്ഭുതം തോന്നുന്നു BJP നേതാവിന്റെ വാദഗതികൾ. ഇത്തരത്തിലുള്ള വിധ്വംസക ശക്തികൾ എന്ന് പറഞ്ഞു അദ്ദേഹം ഇപ്പോഴും പറയുന്നത് ഈ രോഹിത് വെമുല എല്ലാം വിധ്വംസക ശക്തിയാണെന്നാണോ? ഞാൻ അത്ഭുതപ്പെടുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ദളിത് പീഡനത്തെക്കുറിച്ചും ദളിത് വിവേചനത്തെക്കുറിച്ചും ചർച്ചയുടെ തുടക്കത്തിൽ സൂചിപ്പിക്കുന്നത് കേട്ടു. BJPക്കും RSSനും ആദ്യകാലം മുതലേ പിന്തുടരുന്ന അവരുടെ സംഘടനയുടെ സംസ്കാരം ദളിത് വിരുദ്ധമാണ്. 1000 ഉദാഹരണം നമ്മുടെ മുമ്പിലില്ലേ? ഇപ്പൊ ഉടുപ്പിയിലെ കുക്കെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിലനിൽക്കുന്ന ദളിത് വിരുദ്ധമായ ഒരു അനാചാരം, സുരാജ് എന്ന് പറഞ്ഞോട്ടെ, പറഞ്ഞോട്ടെ. അതുകൊണ്ടാ പറഞ്ഞത്. ഇങ്ങനെ ഇടപെട്ടത് എനിക്ക് സംസാരിക്കാൻ തീരെ സമയം കിട്ടില്ല. ഞാൻ പറഞ്ഞത് ആ ആചാരത്തിനെതിരായി, ആ അനാചാരത്തിനെതിരായി അവിടെ മാർച്ച് നടത്തിയത് ഞങ്ങളാണ്. അത് ഉദ്ഘാടനം ചെയ്യാൻ MAVV വന്നതും പോലീസ് അറസ്റ്റ് ചെയ്തും ലാത്തിച്ചാർജ് നടത്തിയൊക്കെ നമുക്കെല്ലാം അറിയാമല്ലോ. ആ സമരത്തിന് വന്നവരെ ആക്രമിക്കാൻ വന്നത് പേജാവർ മഠാധിപതി വിശ്വേശ്വര തീർത്ഥയുടെ നേതൃത്വത്തിലുള്ള RSSന്റെ ഒരു സംഘമായിരുന്നു. ഞാൻ സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള ദളിത് വിരുദ്ധ ആചാരങ്ങളും അനാചാരങ്ങളും ഉണ്ട്. അതിനെതിരെ ശബ്ദമുയർത്താൻ എവിടെയെങ്കിലും BJP RSS രംഗത്ത് വരുമോ? രോഹിത് വെമുല മരിച്ചിട്ടും ഇപ്പോ പ്രധാനമന്ത്രി കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ രോഹിത് വെമുല മരിച്ചപ്പോ, ആത്മഹത്യ ചെയ്തപ്പോ കഴിഞ്ഞ ദിവസം 5 ദിവസം കാത്തിരുന്നിട്ട് പ്രധാനമന്ത്രി പ്രതികരിച്ചല്ലോ. ആ പ്രതികരണത്തിൽ പോലും മനുഷ്യത്വരഹിതമായ ഒരു ദുസൂചനയില്ലേ? അംബേദ്കർ ഇതിനേക്കാൾ വലുതെല്ലാം നേരിട്ടപ്പോഴും അതിനെ അതിജീവിച്ചു. ഈ കൊച്ചു രോഹിത്തിന് അതൊന്നും കഴിഞ്ഞില്ല. മരിച്ചവരെ എന്തിനിങ്ങനെ പുച്ഛിക്കണം? VK സിംഗ് പറഞ്ഞതല്ലേ, 2 തെരുവ് പട്ടികളെ ആരെങ്കിലും കൊന്നാൽ ഞാൻ പ്രതികരിക്കണോ എന്ന് ചോദിച്ചത്. ഇങ്ങനെയൊക്കെയാണോ നമ്മൾ പറയേണ്ടത്? ജീവൻ പോയില്ലേ, ഇനി വിട്. ജീവൻ പോയി കഴിഞ്ഞിട്ട് ആക്രമണം നിർത്ത്. അത് മാത്രമല്ല പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഞാൻ പറഞ്ഞ കൂടി ഉണ്ട്. നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് ഇടപെടൽ എന്തൊരു അസഹിഷ്ണുത ചെയ്ത്. ഞാൻ അടുത്തിട്ട് നിങ്ങളിപ്പോ എന്നെ കൊന്നേനെയല്ലോ. ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. നിങ്ങൾ ഇത്ര നേരം സ്വന്തമായി സംസാരിച്ചില്ലേ?
ഞാൻ പറഞ്ഞത് വി കെ സിംഗിന്റെ പരാമർശം പറയാൻ പാടുണ്ടോ? മനുഷ്യർ മരിക്കുമ്പോൾ പട്ടിയോടാണോ ഉപമിക്കണ്ടേ? ഈ നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രിയാകുന്നതിന് തൊട്ടു മുമ്പ് ഒരു ദേശീയ മാധ്യമ പ്രവർത്തകൻ ഗുജറാത്ത് കൂട്ടക്കൊലയിൽ ദുഃഖമില്ലെന്ന് ചോദിച്ചപ്പോ എന്താ പറഞ്ഞത്? ദുഃഖമുണ്ട്, സ്പീഡിൽ കാർ ഓടിച്ചു പോകുമ്പോൾ ഒരു പട്ടി മുന്നിൽ ചാടി ചത്താൽ നമ്മൾ ദുഃഖിക്കില്ലെന്ന്. ഇങ്ങനെയൊക്കെയാണോ പറയേണ്ടത്? നിങ്ങൾ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്? നിങ്ങൾ കുറച്ചുകൂടി മനുഷ്യത്വപൂർണ്ണമായിട്ട് സംസാരിക്കുക. ഒരു കുട്ടി ജീവൻ ഒടുക്കി, എന്തിനൊടുക്കി? തമാശയ്ക്ക് പോയി ജീവൻ ഒടുക്കിയതാ? നിങ്ങൾ ഈ നാട്ടിൽ ദളിതനെ ജീവിക്കാൻ അനുവദിക്കുക. അവരുടെ പ്രതിഷേധം നിർഭയമായ അഭിപ്രായം പറയുമ്പോഴേക്ക് തീവ്രവാദിയാക്കല്ലേ, രാജ്യദ്രോഹിയാക്കല്ലേ. ഇപ്പൊ മേമനെ തൂക്കിക്കൊന്നതിന് എതിരായ നിലപാടാണ് എന്റെ നിലപാട്. തൂക്കിക്കൊല്ലാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നു. എനിക്കതിനുള്ള സ്വാതന്ത്ര്യമില്ലേ? മേമനെ മാത്രമല്ല, മായാക്കൊതിനാനിയെ തൂക്കിക്കൊല്ലണമെന്ന് പറഞ്ഞാലും ഞാൻ അതിനെ എതിർക്കും. എനിക്ക് വധശിക്ഷയോട് എതിർപ്പാണ്. അതിനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലേ? മറ്റൊരാൾക്കില്ലേ? നിങ്ങൾക്കില്ലേ? നിങ്ങൾ എന്തിനാ ഈ പൗരസ്വാതന്ത്ര്യത്തെ ഇങ്ങനെ അസഹിഷ്ണുത കാണിക്കുന്നത്? ഇങ്ങനെയൊക്കെ അഭിപ്രായം പറയുന്നവർ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഇന്ത്യക്ക് ഉണ്ടാകുന്നത് അഭിമാനകരമാണോ? സമയത്തിന്റെ പരിമിതി കൊണ്ട് മാത്രം ഇടപെടുകയാണ്. എന്തായാലും രോഹിത് വെമുലയുടെ മരണത്തിന് കാരണം സുശീൽ കുമാർ എന്ന മറ്റൊരു വിദ്യാർത്ഥിയെ ആക്രമിച്ചതുകൊണ്ടാണ് എന്ന നിരീക്ഷണത്തിലേക്ക് BJP നേതാക്കൾ പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് വരും ദിവസങ്ങളിൽ മറുപടി പറയേണ്ടി വരും. രോഹിത് വെമുല ആത്മഹത്യ ചെയ്തതല്ലേ ഇപ്പോൾ കണക്കിലെടുക്കേണ്ടത്? മറ്റു കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുകയല്ലേ വേണ്ടത് എന്നതാണ് വളരെ പ്രസക്തമായ കാര്യം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ JR പത്മകുമാർ, ശ്രീ M സ്വരാജ്.